ഏതായിരുന്നാലും ഈ ഖത്ല് വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു പവിത്രമാക്കിയ ഒരു ശരീരത്തെയും നിങ്ങൾ വധിക്കരുത്. ഇല്ലാ ബിൽ ഹഖി, അതിൻ്റെ അവകാശത്തോടുകൂടെ അല്ലാതെ, അർഹതയോടുകൂടെ അല്ലാതെ. ശരീരത്തെ കൊന്നുകളയാൻ അർഹതപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് വ്യക്തികൾ കൈകാര്യം ചെയ്യേണ്ട വിഷയവുമല്ല. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തെളിവ് സഹിതം ബോധ്യപ്പെടുന്ന കോടതിയിലും മറ്റുമൊക്കെ നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത്തരത്തിൽ ചില വിഷയങ്ങളുണ്ട്. അത് മാറ്റിവെച്ചാൽ മറ്റൊരു ശരീരത്തെയും സ്വന്തം ശരീരത്തെയും കൊന്നുകളയരുത്. സ്വന്തം ശരീരത്തെ കൊല്ലുന്നതും മഹാപാതകമാണ്, വൻകുറ്റമാണ്. ഖത്ലുൻ നഫ്സ്, ഈ പറഞ്ഞ ആയത്തിൽ ആ വിഷയവും ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ശരീരത്തെ നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരവകാശവും നമുക്ക് തരുന്നില്ല. മറ്റൊരു ശരീരത്തെ നശിപ്പിക്കുന്നത് കൂടുതൽ ഭയാനകരമാണ്. ഈ കൊന്നുകളയാൻ ഉണ്ടായിത്തീരുന്ന നമ്മുടെ ദുസ്വഭാവം ഗളബാണ്, ദേഷ്യം, ക്രോധം. അതാണ് ഇവിടെ നാലാമത്തെ ദുസ്വഭാവമായി പഠിപ്പിക്കുന്നത്. അത് കൂടി വന്ന് അതിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് കൊലപാതകം. മനുഷ്യകുലത്തിൽ അത്തരത്തിൽ ഒന്ന് രൂപപ്പെടുത്തിയെടുത്തത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2 മക്കളിൽ നിന്ന് തീവ്രമായ ഗളബ്, ദേഷ്യം കൂടിയപ്പോൾ അത് ഹസദായി പിന്നീട് മൂർജിക്കുകയും കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു. അതിനു മാറ്റം എന്നോണം ആ ദേഷ്യത്തിൽ നിന്ന് മാറിയിട്ട് ആ സ്വഭാവത്തെ പിഴുതെറിഞ്ഞ് പകരം അവിടെ മനുഷ്യൻ സഹനം സ്വീകരിക്കണം. ദേഷ്യപ്പെടുന്ന മേഖലകളിലൊക്കെ തീവ്രമായ അക്രമങ്ങൾ നടത്തപ്പെടുന്നത് കാണാൻ കഴിയും. മുഅ്മിനായ മനുഷ്യൻ അവന് ദേഷ്യം വർദ്ധിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനും പിടിച്ചു വെക്കാനുമുള്ള കഴിവ് ആർജിക്കണം. കുടുംബങ്ങളിൽ, വീടുകളിൽ കലഹം നടത്തുന്ന കലഹപ്രിയരായ ആളുകളെ കാണാം. വലിയ ചൂടാണ് അവരെ ശരീരത്തിൽ, അവരെ ഭാഷയ്ക്ക്, അവരെ സ്വഭാവത്തിന് തീവ്രമായ ചൂട്. ആ ചൂട് കൂടിയ കാരണം അവരിൽ നിന്ന് വരുന്ന വാക്യങ്ങൾ, വാചകങ്ങൾ കേൾക്കുന്നത് തന്നെ വല്ലാതെ വെറുപ്പിക്കുന്നതാണ്. ദേഷ്യം വരുമ്പോഴും മാന്യമായ വാക്ക് പറയണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. വൽ അദ്ല ഫിൽ ഗളബി വദ്ദിളാ, ദേഷ്യം പിടിക്കുമ്പോഴും തൃപ്തിയിലും നേരായ വർത്തമാനം പറയണം. ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്നതിന് കയ്യും കണക്കും ഉണ്ടാകൂല, ചെയ്യുന്നതിന്. കുട്ടികളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ബാപ്പമാരെയും ഉമ്മമാരെയും അയൽവാസികളെയും സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നാമുമായി ബന്ധപ്പെടുന്നവരൊക്കെ ദേഷ്യത്തോടെ സമീപിക്കുമ്പോൾ ആ ദേഷ്യം പിടിച്ചു നിർത്താനുള്ള കഴിവാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വലിയ വിജയം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് നല്ലോണം ഹീറ്റാകുന്ന ഒരു സ്വഹാബി, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്ക് നിർദ്ദേശം തരണം. പല പ്രാവശ്യവും വന്ന് ചോദിച്ചപ്പോഴും തങ്ങൾ കൊടുത്ത ഒരേ ഒരു നിർദ്ദേശം, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വേറെ ഒന്നും കാര്യമായി പറയാനില്ല. ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ആ കോപം തീവ്രമായി കൂടിയാൽ അത് വിശ്വാസത്തെ പരിക്കേൽപ്പിക്കും. അൽ ഗളബു യുഫ്സിദുൽ ഈമാൻ കമാ യുഫ്സിദു സ്വബിറുൽ അസൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദേഷ്യം, കോപം എന്നത് ഈമാനിനെ കേടുവരുത്തും. ഈമാന് നിരക്കാത്ത വാക്കുകൾ, പ്രയോഗങ്ങൾ, പ്രവർത്തനങ്ങൾ വരും.
അക്രമങ്ങൾ, പീഡനങ്ങളെല്ലാം വരും, ദേഷ്യം കൂടി വരും. കമാ യുഫ്സിദു സ്വബിറുൽ അസൽ, കറ്റുവായ നീര് തേനിൻ്റെ മധുരം പെട്ടെന്ന് കെടുത്തിക്കളയും പോലെ, നശിപ്പിക്കുന്നത് പോലെ തീവ്രമായ രൂപത്തിൽ, കൂടുതൽ സമയമില്ല, പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ചാൽ എന്തു പറയണം, എന്ത് ചെയ്യണമെന്നറിയാത്ത രൂപം. ചില വീടുകളിലേക്കൊക്കെ കുടുംബനാഥന്മാരെത്തുമ്പോൾ അവിടെ അവരെത്തിയിട്ടുണ്ട് എന്ന് അയൽക്കാരൊക്കെ സമാധാനിച്ച് ഇനി നമ്മൾ ഉറങ്ങാന്ന് പറയും. ആ വീട്ടിൽ ആളവിടെ എത്തിയിട്ടുണ്ട്. എന്താ അതിൻ്റെ അടയാളം? അതാ ഒച്ചപ്പാട്. തുരുതുരേനെ പറയുന്നത് ആളെത്തിയിട്ടുണ്ട്, ഇനി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങാം. ഇതുവരെ ആ ഉമ്മമാർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ആളെത്തിയിട്ടുണ്ട്. ആളെത്തിയത് ഒരു 10-15 മീറ്റർ അപ്പുറത്തുള്ള ആളുകളൊക്കെ അറിഞ്ഞു, പരിസരവാസികളൊക്കെ അറിഞ്ഞു. വീട്ടിൻ്റെ ഉള്ളിലുള്ള ചൂട് പുറത്തേക്കടിക്കാത്ത വിധം അവിടെ ഒതുക്കി നിർത്തണം. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവരുടെ കോപങ്ങളൊക്കെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം, അവിടെ നിന്ന് പരിഹരിക്കപ്പെടണം. ആ റൂം വിട്ട് പുറത്തിറങ്ങുമ്പോൾ മക്കൾ, പേരക്കുട്ടികൾ, മറ്റു പലരും അത് പിന്തുടരാനും അത് കണ്ട് അവരോടുള്ള സ്നേഹബഹുമാനങ്ങൾ കുറക്കാനും കാരണമാകും. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ തീർക്കണം? ഉപദേശം കൊണ്ട് തീർക്കണം, നിസ്സഹകരണം കൊണ്ട് തീർക്കണം, സ്നേഹം നൽകിയിട്ടും ഉപദേശിച്ചിട്ടും നന്നായി തീർക്കണം. പരസ്യമായ രൂപത്തിലുള്ള ദേഷ്യത്തിൻ്റെ പ്രതികരണം പാടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഗളബുണ്ട് എന്ന് വന്നാൽ തങ്ങൾക്കത് വേഗം മനസ്സിലാകും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രയോഗത്തിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും, ലാ വറബ്ബി ഇബ്രാഹിം എന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ദേഷ്യം വരുമ്പോൾ അങ്ങനെ ആ ഒരു പ്രയോഗം, ആ പ്രയോഗത്തിൽ തെറ്റൊന്നുമില്ല. ലാ വറബ്ബി മുഹമ്മദ് എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ നിന്ന് മാറി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രയോഗത്തിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് എന്തോ വിഷയത്തിൽ ദേഷ്യം വന്നിട്ടുണ്ടല്ലേ? അതെ, ദേഷ്യം വന്നിട്ടുണ്ട്. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എൻ്റെ പേരൊന്ന് മാറ്റി, പേരൊന്ന് ചേഞ്ച് ചെയ്യാനേ കഴിയുള്ളൂ. മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹമോ ആ സഹകരണമോ ആ ബന്ധമോ അത് മാറ്റാൻ കഴിയൂല. ലാ ഹുജുറു ഇല്ലാ ഇസ്മക്, പേര് മാത്രം ചേഞ്ച്. നമ്മളോ ഒക്കെ ചേഞ്ച് ചെയ്യും, പേര് മാത്രമല്ല. ചിലപ്പോൾ തറവാടടക്കം പറിച്ചു വിടും, 1, 2, 3, ചിലർ 1000 പറയും, വെക്കൊന്ന് പറയും. അത്രയും ക്രുദ്ധനായി തീരുകയാണ് മനുഷ്യൻ. ഇന്ന് നിങ്ങൾ വായിച്ചില്ലേ, ഒരു 5 വയസ്സുകാരനെ പീഡിപ്പിച്ചതൊരു ഉമ്മ. ചെറിയ കുട്ടിയല്ലേ സഹോദരങ്ങളെ, 5 വയസ്സ്, തെമ്മീസെത്തിയിട്ട് പ്രായമായിട്ടില്ല. നമ്മുടെ വീടുകളിലൊക്കെ കളിച്ച് നടക്കുന്ന മക്കൾ, കാരണം പറഞ്ഞ കുസൃതിയിലെ ഇവന് കുട്ടിയാവും. കുട്ടികൾക്ക് പറഞ്ഞതാ കുസൃതി എന്നുള്ളത്, കുട്ടിപ്രായത്തിലും കുട്ടിത്വത്തോടും യോജിച്ചതാണ്. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഹരമാണ്, ആനന്ദമാണ്, രസമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിക്കുമ്പോൾ തങ്ങളെ കഴുത്തിൽ വന്ന് പുറത്തുകൂടെ കയറിയിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. 2 കാലും ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു. അതേ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൊണ്ടു നടന്നു. ആ കുട്ടിയായിട്ട് നമ്മൾ നടക്കോ? അങ്ങാടിയിലൂടെയാണ്, മാർക്കറ്റിലൂടെ, മദീന സൂക്കിലൂടെ. ഈ കുട്ടിയുടെ കാലും ഇങ്ങനെ തോളിലിട്ട് കുട്ടി തലയിൽ കൈവച്ച് അങ്ങനെ നടക്കുകയാണ് തങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ടപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു, നിഅമൽ മർക്കബ്, മോനെ നല്ല വാഹനമാണ് കിട്ടിയത്, നല്ല വാഹനമാണ് കിട്ടിയത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാഹനം മാത്രമല്ല വനിഅമസ് സായിഖ്, മോൾ കയറിയ ഡ്രൈവർ നല്ല ആളാണ്, എൻ്റെ വേറെ കുട്ടിയാണ്, ഒരു കുറവില്ല, ഒരു കുഴപ്പമില്ല. അവരോട് ചില കുസൃതിത്തരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ കുസൃതികൾ എത്ര കൂടിയാലും നമ്മൾ കോപിതരാകാൻ പാടില്ല. കുസൃതി കളിക്കേണ്ട ഒരു പ്രായത്തിൽ നമ്മൾ അവർക്കതിനാണ് കൂടെ നിന്ന് കൊടുക്കേണ്ടത്. അവരെ ബുദ്ധി വികസിക്കാനും അവരെ മനസ്സ് വിശാലമാകാനും. കുട്ടിക്കാലത്ത് തന്നെ മനസ്സ് സങ്കുചിതമായി പോയാൽ
പിന്നെ ആ മനസ്സ് വികസിച്ച് കിട്ടാൻ വല്ലാത്ത പണിയാണ്. അത് സങ്കുചിതമാകുന്ന രൂപമാണ് പീഡനങ്ങളെ കൊണ്ടും മർദ്ദനങ്ങളെ കൊണ്ടും ഉണ്ടാകുന്നത്. 5 വയസ്സുകാരൻ്റെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു എന്നുള്ള വാർത്ത വായിക്കാൻ കഴിയുന്നുണ്ട്. ആ ചെറിയ പിഞ്ചു കുട്ടിയുടെ കാലിൽ പൊള്ളലേറ്റിട്ട് മാറാത്ത ഒരു അടയാളം എത്ര ഒരു സങ്കടകരമാണ്. അടിക്കുക, ചെറിയ കുട്ടികൾ അടിക്കുക. നഊദു ബില്ലാഹി മിൻ ദാലിക്. ചെറിയ കുട്ടികളെ സ്നേഹത്തോടെ തലോടണം, അടിക്കാൻ പാടില്ല. തമ്മീസ് എത്തുന്ന സമയം വരെ കുട്ടികൾ അടിക്കാൻ പാടില്ല. അവർക്കൊരു പക്വതയുടെ സമയം എത്തുന്നത് എപ്പോഴാ? ഒരു 7 ഇങ്ങോട്ടാകുമ്പോഴാണ്. നമ്മളെ കുസൃതിക്ക് നമ്മളെ അടിച്ചാൽ മതിയായിരുന്നോ? നമ്മളെ വലിച്ചെറിയില്ലായിരുന്നില്ലേ? നമ്മളെ വലിച്ചെറിഞ്ഞിട്ടില്ലല്ലോ, ഏതെങ്കിലും റോഡ് സൈഡിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. സ്നേഹത്തോടെ പോറ്റി വളർത്തിയില്ലേ? അതേ രൂപത്തിലുള്ള സ്നേഹം പകരണം. ചിലർ മക്കളോട് ഇങ്ങോട്ട് കൊലപായിട്ട്, വാപ്പ വന്നാ മക്കളൊക്കെ ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ നിസ്കാരവും നോമ്പൊക്കായി എഴുത്തും കുത്തൊക്കായി ഉമ്മാനോട് പതുക്കെ ഇപ്പം ചെന്നാ പോവുക, ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ, ഇന്നാലില്ലാഹിയോ ഇന്നാലിഹി റാജിഊൻ. 2 ദിവസം ഇനി ഉപ്പാനെ സഹിക്കണോ? 48 മണിക്കൂർ വലിയ പ്രയാസമാണ്. സദാസമയത്തും ആ വാപ്പ ക്ഷോഭം. ഒന്ന് അങ്ങോട്ടനങ്ങിയാൽ ഇങ്ങോട്ടനങ്ങിയാൽ ഒച്ചപ്പാടുണ്ടാക്കി. ആ കുട്ടി ഒന്ന് കോണി ഇറങ്ങി വരുമ്പോൾ ഒരു കാലൊന്ന് മുന്നോട്ടായി, മരത്തിൻ്റെ കോണി ഒച്ച കൂടുതലുണ്ടാവുമല്ലോ, ഒന്നൊന്ന് മുന്നോട്ട് ചവിട്ടിയതാണ്. അപ്പോഴേക്കത് ചാട്ടമാക്കി. പിന്നെ അതിന് തുരുതരാ ചീത്ത പറഞ്ഞു. അടുക്കളയിൽ പോയി എന്തോന്ന് എടുത്തപ്പോൾ അവിടെ ഇങ്ങനെ അട്ടിയാക്കി വെച്ചിരുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു. അത് വീണാൽ നല്ല ഒച്ച ഉണ്ടാവുമല്ലോ. താഴോട്ട് വീണപ്പോൾ വരിവരിയായി വീണപ്പോൾ നല്ല ശബ്ദം ഉണ്ടായി. അപ്പോഴും പിന്നെയും ചൂടായി. സ്വാഭാവികമായ രൂപങ്ങൾക്കൊക്കെ ചൂടാകുമ്പോൾ മനസ്സിൽ വെറുപ്പും വിരോധവുമാണ് കൂടുതലായി ഉണ്ടാവുക. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ കൽമുൽ ഗൈർ, ദേഷ്യം നിയന്ത്രിക്കാനും ഒതുക്കാനുള്ള കഴിവ്, അത് വല്ലാത്തൊരു കഴിവാണ്, ചെറിയ കഴിവല്ല. ദേഷ്യം കൊണ്ട് പിടിച്ച് തീവ്രമായി വരുമ്പോൾ പിടിച്ചു വെക്കാനുള്ള കഴിവാണ് ഈമാനിന്റെ വലിയ കഴിവ്. അവിടെ അരുതാത്തതൊന്നും പറയരുത്, ഒന്നും പറയരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം വന്നാൽ സ്വഹാബത്തിന് എങ്ങനെ മനസ്സിലാകും? അവിടുത്തെ മുഖം കാണുമ്പോഴേക്ക് ഞങ്ങൾക്ക് മനസ്സിലാകും. പറച്ചില്ലല്ല. ഞങ്ങളിടത്ത് എന്തോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളെ വാക്കിലാണ്, ഞങ്ങളെ പ്രവൃത്തിയിലാണ്, അല്ലെങ്കിൽ ചോദിച്ചൊരാളെ ചോദ്യം പറ്റാത്തത് കൊണ്ടാണ് തങ്ങൾ പ്രതികരിക്കുകയോ അടിക്കുകയോ ഒന്നുമല്ല. ഞങ്ങൾ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും. ഉടനെ ഞങ്ങൾ പറയും, തങ്ങളുടെ ആ അവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ, ഞങ്ങൾക്കൊന്ന് സന്തോഷം കിട്ടാൻ, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. അതങ്ങനെ ആവർത്തിച്ച് പറയും. ചോദിച്ച ആളെ ചോദ്യം ശരിയായില്ലെങ്കിൽ അയാളോട് തിരുത്തി ചോദിക്കാൻ പറയും. ചിലപ്പോൾ ഒരു നിലക്കും ബഹുമാനത്തോട് ചേരുന്ന ചോദ്യമായിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാകുക. അപ്പോൾ തങ്ങളെ മുഖത്ത് അതിനോടുള്ള വെറുപ്പ് കണ്ടാൽ ഞങ്ങൾക്ക് വിഷമാണ്. ഞങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ, അതുകൊണ്ട് അവിടത്തേക്ക് ദേഷ്യമാകുന്ന ഒരു പ്രയോഗങ്ങളോ മറ്റോ ഒന്നും ഞങ്ങൾ അനുവദിക്കാറില്ല. ഇതേ രൂപത്തിൽ തന്നെ വീട്ടിലെത്തുമ്പോൾ സദാസമയത്തും കുറ്റവും കുറവും പറഞ്ഞ് ഭാര്യമാരെയും മക്കളെയും ഉമ്മയെയും ബാപ്പയെയും അധിക്ഷേപിച്ച് വില്ലനായി വർത്തിക്കുന്ന കുടുംബനാഥന്മാരുണ്ട്. ഒരു പക്ഷേ അവർ മക്കളിൽ മൂത്തവരായിരിക്കും, അല്ലെങ്കിൽ ഇളയവരായിരിക്കും, അല്ലെങ്കിലോ ഉപ്പമാരായിരിക്കും, ഉപ്പാപ്പമാരായിരിക്കും. സഹോദരങ്ങളെ, ആ ദേഷ്യം മൂർജിച്ചു വരുമ്പോ, കൈപ്പേറിയ വാക്കുകൾ വരുമ്പോ നമ്മുടെ ഈമാനിനെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ശൈത്താന് വീണ്ടും വീണ്ടും ഊതി വീർപ്പിക്കുന്ന രംഗമാണ്. മനുഷ്യനെ കൂടുതൽ അവനെ പ്രചോദിപ്പിക്കും. ശൈത്താന് ദേഷ്യം വരുമ്പോ കടുപ്പിക്കും, വീണ്ടും വീണ്ടും പറയാൻ പ്രോത്സാഹിപ്പിക്കും. പിടിച്ചു വെക്കാനുള്ള നല്ല കഴിവുണ്ടോ? നല്ല രക്ഷയുണ്ട്. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ഹദീസിൽ പറഞ്ഞല്ലോ, നല്ല ശക്തിയുള്ളവൻ, നല്ല ശക്തിയും ആരോഗ്യവുമുള്ള ആള് ദേഷ്യം വരുമ്പോ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടിയെടുക്കുന്നവനാണ്.
സുബ്ഹാനല്ലാഹ്. മക്കളോട് ദേഷ്യപ്പെടേണ്ട രംഗങ്ങളുണ്ടോ? ഉണ്ട്. ആ ദേഷ്യം തന്നെ അവരുടെ ഭാവിയുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദേഷ്യമാണ്, കൊല്ലാനുള്ള ദേഷ്യമല്ല, വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാനുള്ള ദേഷ്യമല്ല, അവര് നന്നാകണം എന്ന രൂപത്തിലുള്ള ദേഷ്യമാണ്. നിസ്കരിക്കാത്തത് കൊണ്ട് മകനോട് ദേഷ്യമുണ്ട്. ഉസ്താദിനോട് പോയി പറയുമ്പോ രണ്ടെണ്ണം എൻ്റെ കുട്ടിക്ക് അടി കിട്ടിയിട്ട് വേദനിക്കണം എന്ന ചിന്തയല്ല, ഉസ്താദിന്റെ ഉപദേശം കൊണ്ട് ശകാരം കൊണ്ട് എൻ്റെ കുട്ടി നന്നാകണമെന്ന ചിന്തയാ വേണ്ടത്. അതിനാണ് ആ വിഷയം ഉണർത്തിക്കൊടുക്കുന്നത്. നിങ്ങളെ ക്ലാസ്സിലുള്ള എൻ്റെ കുട്ടി സുബ്ഹിക്ക് അല്പം മടിയുള്ളവനാണ്, നിങ്ങളൊന്ന് ഉപദേശിക്കണം എന്ന് ബാപ്പ പറയുമ്പോ സതുദ്ദേശമാണ് ആ ബാപ്പക്കുണ്ടാകേണ്ടത്. അടി കിട്ടിയിട്ട് വീട്ടിൽ വന്ന് കുട്ടി ബാപ്പ ഇന്ന് ഉസ്താദിനോട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് അടി കിട്ടി, ബാപ്പത് കണ്ട് ചിരിക്കരുത്. മകനടുത്തേക്ക് വിളിച്ചു പറയണം, മോനെ ബാപ്പക്ക് നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഒരുപാട് നിന്നെ ഉപദേശിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഉസ്താദ് പറയുമ്പോ നീ നല്ലോണം അനുസരിക്കുന്ന മോനാണല്ലോ, നാളെ മുതൽ ഇനി നേരത്തെ എഴുന്നേറ്റ് നിസ്കാരമൊക്കെ അതായി നിർവഹിച്ചു പോകണം. നിനക്ക് അടി കിട്ടിയില്ലേ, അടി കിട്ടിയാ പോരാ, നിന്റെ തല അടിച്ചു പൊട്ടിക്കാ വേണ്ടത് എന്ന് പറയരുത്. അങ്ങനെ പറയുമ്പോ ഈ കുട്ടിയുടെ നന്മയല്ല ആ വാക്കിലൂടെ വരുന്നത്, ആ കുട്ടിയെക്കുറിച്ചുള്ളൊരു ദുരുദ്ദേശ്യമാണ്. പഠിക്കാത്ത കുട്ടികളോട് ഉപ്പമാർക്ക് ഉമ്മമാർക്ക് വെറുപ്പുണ്ടാകരുത്. ഞാൻ എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ, പഠിക്കാത്ത കുട്ടികളോട് വെറുപ്പുണ്ടാകരുത്. അത് സത്യത്തിൽ അവരെ മനസ്സിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. പഠിക്കാത്ത കുട്ടികളോട് നല്ല ദയാവായ്പും സ്നേഹവും കൂടുതൽ ഉണ്ടാകണം. അവർ പഠിച്ചു കിട്ടാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതോടൊപ്പം എത്ര അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും അവരാക്ഷേപിച്ച് ആരുടെയെങ്കിലും മുന്നിൽ ഒരിക്കലും ഇവനൊന്നും കിട്ടാത്തവനാണ്, അറിയാത്തവനാണ്, പഠിപ്പില്ലാത്തവനാണ്, മണ്ടനാണ്, നഊദുബില്ലാ അങ്ങനെ പറയരുത്. വെറുപ്പിന്റെ ഭാഷയാണ്. കുട്ടികളെ കുറിച്ച് അവരെ മുന്നിലോ അസാന്നിധ്യത്തിലോ അങ്ങനെയല്ല പറയേണ്ടത്. ഒരിക്കലും അവരടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ കുട്ടിയാണിത്, പക്ഷേ ഇവനൊരു പൊട്ടനാണ് എന്ന് ബാപ്പ പറയുമ്പോ ആ കുട്ടിയുടെ മനസ്സിനേൽക്കുന്ന മുറിവത്ര വലുതാണ്. ഉപ്പമാരെ നിങ്ങളെക്കുറിച്ച് കഥയില്ലാത്ത ആളാണെന്ന് മറ്റൊരാള്, മക്കളാകണ്ട മറ്റൊരാള് പറയുമ്പോ മക്കൾക്ക് എത്ര ദേഷ്യമുണ്ട്, കുടുംബക്കാർക്ക് എത്ര ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. അതേപോലെ ഈ കുട്ടിക്കും ഉണ്ടാകും. ആ കുട്ടിയെ ഉപദേശിക്കണം. നിനക്കിതൊക്കെ വാങ്ങി തന്നിട്ട് എന്താ കാര്യം? ഒരർഫും നീ പഠിക്കൂല, നീ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ അങ്ങനെ പറയരുത്. എൻ്റെ മോന് നന്നായി പഠിക്കണം, നന്നായി ഉത്സാഹിക്കണം. കഠിനാധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം, പറച്ചിൽ മാത്രം പോരാ. ഒന്ന് ഇരുന്ന് കൊടുക്കണം, കുട്ടി ഒന്ന് എഴുതിയത് കാണാൻ, വായിക്കുന്നത് കാണാൻ, ഓതിയത് കാണാൻ. വീണ്ടും വീണ്ടും ഉയർന്ന ഉസ്താദുമാരെ അധ്യാപകന്മാരെ ഏൽപ്പിച്ച് ശിക്ഷണം കൊടുക്കണം. കുട്ടിയുടെ മനസ്സ് ഇതിലേക്ക് ശ്രദ്ധ കിട്ടാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ നേടിക്കൊടുക്കണം. നിങ്ങൾ നോക്കി എത്ര ഡോക്ടർമാരുണ്ട് ചികിത്സിക്കുന്നവർ. അവരൊരു പക്ഷേ ഒരു സൂചിയോ അടിക്കാൻ സമ്മതിക്കാത്ത കുട്ടിയെ ഒരു 5 മിനിറ്റ് മടിയിലിരുത്തി ഒന്ന് താലോലിച്ച് ഒന്ന് ഉപദേശം കൊടുത്ത് ഒന്നൊരു മനസ്സൊക്കെ പാകപ്പെടുത്തി കൃത്യമായിട്ടൊരു ബുദ്ധിമുട്ടില്ലാതെ സൂചി അടിച്ചു. ബാപ്പ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്നെ സൂചി അടിക്കാനാ കൊണ്ടുവന്ന് ഞാനത് സമ്മതിക്കൂലട്ടോ, ഏതാടത്ത് കൊണ്ടുവരും സമ്മതിക്കൂല. ആ വാശിയിലാ കുട്ടിയുള്ളത്. ആ കുട്ടിയെ ഡോക്ടർ വാങ്ങി, ചെറിയ കുട്ടിയല്ലേ, ആ മോൻ്റെ പേരെന്താ ഒക്കെ ചോദിച്ച് നല്ല സന്തോഷത്തോടെ മനസ്സങ്ങോട്ടിണങ്ങി. ഇനി ഈ അസുഖം മാറാൻ ചെറിയ ഒരു ചികിത്സ തന്നോട്ടെ, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല, സൂചി അടിച്ചോളൂ. സൂചി അടിക്കണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടി തന്നെ കൈ നീട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ മരുന്ന് കുടിക്കാൻ മടിയുള്ള ആ കുട്ടി മരുന്ന് കുടിക്കും. അതെന്താ കാരണം? അവരെ മനസ്സിനെയാണ് നമ്മൾ ഇണക്കേണ്ടത്. അതാണ് തഹ്ദീബ്. ശരിക്കും തഹ്ദീബു സിബിയാൻ. ആ കുട്ടികളുടെ മനസ്സ് നോക്കി, ആ മനസ്സ് നോക്കി രൂപം നോക്കിയിട്ട് അവരെ കാര്യങ്ങൾ സ്വീകരിക്കണം. വല്ലാതെ കോപിച്ചിരുന്ന ഒരാളായിരുന്നു മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. മകനോട് ഭയങ്കര ദേഷ്യായിരുന്നു, മകൻ യസീദിനോട്. ബാപ്പ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ മകൻ പുറത്തെവിടെങ്കിലും ആയിരിക്കും, പേടിയാ. അത്രയും നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂട്. അങ്ങനെ ഉണ്ടാവും ചിലര്. അല്ലാ, ആരാ എന്താ വീട്ടിൽ കയറാത്ത? വീട്ടിൽ വല്യപ്പണ്ട്. എന്താ മോനെ വല്യപ്പണ്ട്? വല്യപ്പ എന്താ കണ്ടാമൃഗ?
സിംഹ വലിയപ്പ സിംഹല്ല ഉസ്താദെ, അതിലപ്പുറമാണ്. നിങ്ങളറിയായിട്ടാണ്. നിസ്കാരത്തേമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓത്തൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ചൂടാ. അല്ലല്ലാ, മൂപ്പര് തുടങ്ങിയാണ്ടല്ലോ, നിങ്ങളൊന്നും ഇവിടെ നിൽക്കൂല. കാണുന്ന പാറ പൊട്ടി പോകും, അത്രയും ഭയങ്കര ചൂടാ. അപ്പൊ കുട്ടികൾ പുറത്തേ നിൽക്കുള്ളൂ, ഉള്ളിൽ കയറുന്നില്ല. ബഹുമാനം കൊണ്ടല്ലത്, ഇത് അതൃപ്തി കൊണ്ടാണ്, നമ്മളോടുള്ള വിരക്തി കൊണ്ടാണ്. നമ്മളിലേക്ക് അവരെ അടുപ്പിക്കാണല്ലോ വേണ്ടത്. അവരനുസരിക്കാനും ഇണങ്ങാനും ഒത്താശകൾ ചെയ്യാനും പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാനും എന്താ വേണ്ടത്? അവരെ ഇണക്കണം. പിണക്കാൻ പാടില്ല, സ്നേഹത്തോടെ ഉപദേശിക്കണം. ഒരു കേൾക്കും. എത്ര ആളുകൾ അങ്ങനെ മാറിയവരുണ്ട്. ഒരു ദിവസം മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് സുഹൃത്തായ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വന്നു. മദീനയിലെ വലിയൊരു പണ്ഡിതനാണ് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വന്നപ്പോ വെറുതെ ഒന്ന് ചോദിച്ചതാ മുആവിയ റളിയല്ലാഹു അൻഹു, ഈ മക്കളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് എൻ്റെ മോനെ കണ്ടൂടാ, യസീദിനെ എനിക്ക് കണ്ടൂടാ, ഞാൻ എപ്പോഴും ചൂടാകരാ. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, മക്കളോ? മക്കളെ നമ്മുടെ ഹൃദയത്തിന്റെ കഷ്ടങ്ങളാണ്, ഫലങ്ങളാണ്, അവലംബിക്കാനുള്ള നെടുന്തൂണുകളാണ്, ആശ്രയിക്കാനുള്ള ആശാകേന്ദ്രങ്ങളാണ്, നമുക്ക് പിൻബലം തരുന്നവരാണ്, ഒരു കാര്യത്തിന് സഹായത്തിന് വിളിച്ചാൽ കൂടെ വരുന്നവരാണ്, സ്വന്തക്കാരാണ്, നമ്മുടെ രക്തമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ഹൈറിലേക്കും അവരെ വഴങ്ങിക്കിട്ടും, ഏത് ഷറുണ്ടോ അവരിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയും. മക്കളെ പറ്റിയുള്ള മഹത്വങ്ങൾ കുറച്ചു നേരം അങ്ങ് വാള് പറഞ്ഞു കൊടുത്തപ്പോ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹുവിന്റെ മനസ്സ് തണുത്തു, തണുത്തു. നിങ്ങൾ വന്നത് കൊണ്ട് എൻ്റെ മകനോട് ചൂടാകാനുള്ള എല്ലാ താല്പര്യവും പോയി. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു മക്കളെ പറ്റിയിട്ടുള്ള ഗുണഭാഗങ്ങൾ അതും നമ്മൾ ചിന്തിക്കണമല്ലോ. അവരെ കൊണ്ട് നമ്മുടെ മനസ്സിന് അല്ലാഹു തരുന്ന സമാധാനം എത്ര വലിയ സമാധാനമാണ്. അവര് നമ്മുടെ അവലംബമാണ്. ആ നിലക്കവരെ കാണണം. എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, ഉപ്പമാരോട് എത്ര മോശപ്പെട്ട കുട്ടിയാണെങ്കിലും പ്രതികൂലമായി ദുആ ചെയ്യരുത്. ഇസ്ലാം നമുക്കതിന് പെർമിറ്റ് തന്നിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചിട്ടില്ല. തങ്ങൾ നമ്മളോട് പറഞ്ഞത് വലാ തദഉ വലാ ഔലാദിക്കും, എത്ര ദേഷ്യപ്പെട്ടാലും മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. അനുകൂലമായിട്ടേ ദ്വാർക്കാവൂ, അനുകൂലമായിട്ടേ നിലപാട് സ്വീകരിക്കാവൂ. ഒരുപാട് വാദകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 40 കൊല്ലം ഒരു കുട്ടിയെ കൊണ്ട് ബാപ്പയോട് തെറ്റ് കാണിച്ചവരാണ് ഇഖ്വത്തു യൂസുഫ്, യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾ, ജേട്ടന്മാർ. ആ 10 ആളോടുകൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാം 40 കൊല്ലം കഴിഞ്ഞിട്ടും ഒരിക്കലും അവർക്ക് വിഷമകരമാകുന്നൊരു വാക്ക്, വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുന്നൊരു സ്വഭാവം, നിങ്ങൾ ഏറ്റവും മോശപ്പെട്ടവരാണെന്നൊരു വാക്ക് ആ ഉപ്പ പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും തോട്ടത്തിൽ പോകുമ്പോഴും അങ്ങാടിയിൽ പോകുമ്പോഴൊക്കെ കൂടെ ഉള്ള മോനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അങ്ങനെയുള്ളൊരു കുട്ടിയങ്ങ് വേർപിരിയുമ്പോഴുള്ള വിഷമത്രയൊന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് രൂപപ്പെടുത്തി നോക്കൂ. ആ കുട്ടിയെ അടർത്തെടുത്തി കൊണ്ടുപോയി ശുദ്ധമായ കളവും പറഞ്ഞ് തിരിച്ചു വന്ന ഈ മക്കളെ ഇനി ഇങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് ഭക്ഷണം തരൂല എന്ന് പറഞ്ഞില്ല, മേലാല് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞില്ല. അതൊക്കെ നമ്മളെ ഭാഷയല്ലേ. എന്താ മഹാനവർകൾ പറഞ്ഞത്? ഫസബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നല്ല ക്ഷമയാണ് നിങ്ങളോട് എൻ്റെ പ്രതികരണം. നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. അള്ളാഹു എനിക്ക് നല്ല മാർഗം തുറന്നു തരും. സഹോദരങ്ങളെ, ഓരോ ദിവസവും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഓർക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം കരയാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. പക്ഷേ ഈ 10 മക്കളോടും ആ ഒരു വിഷയ സംബന്ധിയായി ഒരു വാക്കും ബാപ്പ എതിരായി പറഞ്ഞിട്ടില്ല.
10-40 കൊല്ലക്കാലവും ആ മക്കളുടെ നന്മ ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയട്ടെ, എത്ര പ്രതികൂലമായിട്ടാണ് അവർ വർത്തിച്ചത്. അവസാനം നിങ്ങൾ കണ്ടില്ലേ, വഖറൂ ലഹു സുജ്ജദാ. മക്കളൊക്കെ വാപ്പയെ ഉമ്മയെ അനുസരിക്കുന്ന മക്കളായി. എന്നിട്ട് ആ മക്കളെ കൂടെ 25 കൊല്ലം കഴിയാൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ദീർഘായുസ് കൊടുത്തു. അതാ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടാണ്. അത്ര പൊള്ളുന്ന വിഷയങ്ങളൊന്നും നമ്മൾ ഉണ്ടായിട്ടില്ലല്ലോ. ഒരു വാപ്പ പറഞ്ഞു എന്നോട്, അതെ ഞാൻ എൻ്റെ മോനെ, 2ാമത്തെ 3ാമത്തെ മോനെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ സ്വത്തു നിന്നും കുടുംബത്തു നിന്നൊക്കെ പുറത്താക്കി. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്താ കിട്ടുക? എന്താ പുറത്താക്കാൻ കാരണമുണ്ടോ? കാരണമുണ്ട്. സത്യത്തിൽ തൃപ്തിക്കേട് വന്നതാണ്. അങ്ങനൊക്കെ വരാം, മക്കളിൽ അങ്ങനൊക്കെ സംഭവിക്കാം. അനുവാദമല്ലാതെ അങ്ങനൊക്കെ ഉണ്ടായിത്തീരാം. പക്ഷെ അവരെ നന്നാക്കിയെടുക്കാൻ ഈ മാർഗങ്ങളൊന്നും അല്ല മാർഗം. അത് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കുക. ആ കുട്ടി ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് കൂട്ടുകാരെ കൂടെ ഇങ്ങനെ കഴിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി. പ്രേമല്ലട്ടോ, ഇഷ്ടം തോന്നി. അത് അന്വേഷിച്ചു, കുടുംബക്കാരെ കൊണ്ട് അന്വേഷിച്ചു. എല്ലാ നിലക്കും കാര്യങ്ങളൊക്കെ ഒത്തതാണ്. സാമ്പത്തികമായി കുറച്ച് കുറവുണ്ട്, അത്ര കുറവുണ്ട്. ബാക്കിയൊക്കെ സ്വലാഹിയത്തെ പറ്റൊക്കെ റെഡിയാണ്. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ഇഷ്ടം തോന്നിയപ്പോൾ വാപ്പാനോട് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ തിരക്കടില്ല. ഒരു നിലക്കും ബാപ്പ വഴിക്ക് വീഴില്ല. അങ്ങനെ ബാപ്പാൻ്റെ കണ്ണ് വേറെ സ്ഥലത്തേക്കാണ്. അതുകൊണ്ടാണ് ഈ കുട്ടി അങ്ങനെ ഒരു പ്രേമത്തിൻ്റെ ലിങ്കായതൊന്നുമല്ല. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു അന്വേഷണം നടത്തി. കുട്ടി ആ പുരക്കാർക്കും ഈ കുട്ടിക്കൊക്കെ ഇഷ്ടമായി, ഉമ്മാക്കും ആ സഹോദരങ്ങൾക്കൊക്കെ ഇഷ്ടമായി. ഒരൊറ്റ പ്രതികൂലിയായിട്ട് ബാപ്പ മാത്രം. ബാപ്പാനോട് ബാപ്പ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും, സാമ്പത്തികമായിട്ട് ചെറിയൊരു കുറവുണ്ടെന്നുള്ളൂ, വേറൊരു കുഴപ്പമില്ലല്ലോ. അത് പറ്റൂല. എന്നാ പിന്നെ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ എനിക്ക് വിവാഹത്തിന് നിങ്ങളോട് സമ്മതിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. നേരത്തെ ഒരു ബന്ധോ അല്ലെങ്കിൽ ആ വേറെ രൂപത്തിൽ ബന്ധം സ്ഥാപിച്ചോ ഒന്നുമല്ല. എനിക്കൊരു ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനെങ്ങനെ പോയോർത്തുനിന്ന് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നിങ്ങളോട് കൂടി പറഞ്ഞിട്ടാണല്ലോ, ഞാൻ തട്ടിക്കൊണ്ടിട്ടൊന്നുമില്ലല്ലോ. കുടുംബക്കാരൊക്കെ എല്ലാവരും കൂടി പറഞ്ഞ് തൽക്കാലം ഒന്ന് ബാപ്പ സമ്മതിച്ച് കല്യാണമൊക്കെ നടന്നു. വീട്ടിലെത്തിയ അന്ന് രാത്രി ബാപ്പ ചോറുണ്ടാക്കി, ഭയങ്കര ഫിത്തന ഉണ്ടാക്കി, കോലാഹലം ഉണ്ടാക്കി. രാത്രിക്ക് രാത്രി ഇറക്കി വിട്ടു രണ്ടാളെയും. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ ക്രോധപരമായുള്ള സമീപനമാണ് ഞാനീ പറയുന്നത്. അടങ്ങാത്ത ദേഷ്യവും പകയും. കൊന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പുറത്താക്കി. പുറത്താക്കുന്നത് വരെ ആ നാട്ടുകാരും ഈ ബാപ്പയെക്കുറിച്ച് ഒരു റിമാർക്കും പറഞ്ഞില്ല. പുറത്താക്കിയതോടെ നാട്ടുകാരെ മൊത്തം കൽബിൽ ആ ബാപ്പ വെറുക്കപ്പെട്ടവനായി മാറി. എന്താ അവിടെ കുറവുള്ളത്? എന്താ അവിടെ പ്രശ്നമുള്ളത്? എന്തിനാണിപ്പോൾ ഈ ചുണ്ടിയും ഈ ദേഷ്യമൊക്കെ? എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനെങ്ങനെ പുറത്താക്കി ബഹിഷ്കരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ കേടാണ്. എൻ്റെ മറുപടി അങ്ങനെ പ്രതീക്ഷിച്ചില്ല മുപ്പര്. മുപ്പര് വിചാരിച്ച് ഞാൻ അനുകൂലമായി പറയുന്ന കരുതി നിങ്ങളെ കേടാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണു നോക്കി, എന്താ അവസ്ഥ? നിങ്ങൾ പറഞ്ഞു നിങ്ങളെ കേടാണെന്ന് പറഞ്ഞു. ആ കുട്ടിയെ കൂടി ഒരു അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് മനസ്സറിഞ്ഞ് പറയിപ്പിക്കാനുള്ളൊരു തൗഫീഖാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന നിർവഹിക്കാൻ ഇതേ സെറ്റപ്പിലാണ് ആ കുട്ടിയുള്ള രൂപത്തിൽ നിങ്ങൾ മരിച്ചതെങ്കിൽ ആ കുട്ടിൻ്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമല്ല ഉണ്ടാകുക, ഇഷ്ടക്കേടുണ്ടാകുക. മനസ്സറിഞ്ഞ് എൻ്റെ ബാപ്പയാണ്, എന്നെ പോറ്റി വളർത്തിയ ബാപ്പയാണ്, എന്ത് വൈകല്യം ഉണ്ടെങ്കിലും പടച്ചോനെ ഇജ്ജ് വിട്ടുകൊടുക്കണം, റഹമുറാഹിമീനാൻ, നീ ഗഫൂർ റഹീമാൻ, പുറത്തു കൊടുക്കണം എൻ്റെ വാപ്പക്ക് എന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ളൊരു സൗന്ദര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി. നിങ്ങൾ തിരിച്ചുകൊണ്ടുവരുന്ന കുട്ടിയെ ഞാൻ നന്നായി ഉപദേശിച്ചു. നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി. ഒരിക്കലും ഈ രൂപഭാവം സ്വീകരിക്കരുത്. യാക്കൂബ് നബി അലൈഹിസ്സലാം സ്വീകരിച്ചൊരു ശൈലി നോക്ക് നിങ്ങൾ. ആ മക്കൾക്ക് വേണ്ടി അക്കാലം അത്രയും അനുകൂലമായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഒരു വെള്ളിയാഴ്ച രാവിലെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ആ മക്കൾ മുഴുവനും തികഞ്ഞ സ്വാലിഹീങ്ങളായി അനുസരിക്കുന്നവരായി രൂപപ്പെട്ടു.
മാറി, പരിവർത്തനം ഉണ്ടായി. എല്ലാവരും കൂടി കൊട്ടാരത്തിൽ പോയി താമസിച്ചു. നല്ല സന്തോഷത്തോടെ കഴിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? അവർ നിലപാട് സ്വീകരിച്ചതുകൊണ്ട്. 10 മക്കളെ കൊണ്ട് ആട്ടി പുറത്താക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും വലിയ പരീക്ഷണങ്ങൾ വന്നിട്ടും അവർ പാലിച്ചൊരു ക്ഷമ. ചെറിയ നിസാര പ്രശ്നത്തിന്റെ പേരിൽ നമുക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വാള് പറഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആ ദേഷ്യമങ്ങ് തണുപ്പിച്ചു. പിന്നെ ഒരിക്കലും മകൻ യസീദിനോട് ചൂടായിട്ടില്ല, കയർത്തിട്ടില്ല. നല്ല സ്വഭാവങ്ങൾ ഈ ഉപദേശത്തിലൂടെ പകർത്തി തന്നതിന് മുആവിയ റളിയല്ലാഹു അൻഹു അഹ്നഫ് ബിൻ ഖൈസിന് പാരിതോഷികം കൊടുത്തു, 2000 ദിർഹം. നിങ്ങൾ വന്നതുകൊണ്ട് എൻ്റെ മകനോടുള്ള ദേഷ്യമൊക്കെ എൻ്റെ മനസ്സിന്ന് മാറിപ്പോയി. ഞാൻ എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്. മകനോട് വല്ലാത്ത ദേഷ്യമായിരുന്നു എനിക്ക്. ഇപ്പത് മാറിപ്പോയി, ഞാൻ സന്തോഷത്തിലാണ്. എൻ്റെ മനസ്സ് തണുപ്പിച്ചതിന് നിങ്ങൾക്കൊരു പാരിതോഷികം. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് നിന്ന് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയപ്പോ മറ്റൊരു ഭാഗത്തുകൂടെ മകൻ യസീദ് പോയിട്ട് പറഞ്ഞു, ഉപ്പാനെ തണുപ്പിച്ചതിന് ഉപ്പയേക്കാൾ സന്തോഷം എനിക്കാണ്. ഇതാ എൻ്റെ വകം പാരിതോഷികം, ഇതും സ്വീകരിച്ചോളൂ. ഒരുപാട് ജോഡി വസ്ത്രങ്ങളും വീണ്ടും കുറെ ദിർഹമുകളും അങ്ങ് എണ്ണിക്കൊടുത്തു. ഉസ്താദേ, സന്തോഷം നിങ്ങൾ സ്വീകരിച്ചു പോയിക്കോളൂ. സുബ്ഹാനല്ലാഹ്, ദേഷ്യമാണ് തണുപ്പിച്ചത്. ദേഷ്യം അങ്ങോട്ട് കൂടുതലായി വന്ന് പ്രതികാര ബുദ്ധിയാണ് മനുഷ്യനുണ്ടായിത്തീരുന്നത്. ഈ കൊലപാതകത്തിന് കാരണം അതാണ്. മിക്ക കൊലപാതകങ്ങൾക്കും കാരണം അതല്ലേ? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒരാളായിട്ട് പറയാനില്ല. കാരണം എല്ലാ ലെവലിലും കൊലപാതകം നടക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ മൊത്തം എണ്ണത്തെ കൊന്നിട്ടും പക തീരുന്നുണ്ടോ? ദേഷ്യം തീരുന്നുണ്ടോ? പ്രതികാരം തീരുന്നുണ്ടോ? ഇത്രയും വലിയ ദേഷ്യവും പകയുമാണ് മനുഷ്യന്റെ മനസ്സിൽ. അതാണ്, അതിൽ നിന്നുണ്ടായ സ്വഭാവമാണിത്. ഒരു മുഅ്മിനായ മനുഷ്യനെ എങ്ങാനും ദുനിയാവിൽ വെച്ച് കൊന്നുകഴിഞ്ഞാൽ എത്രയാണ് അതിന്റെ വലിയ ശിക്ഷ. അല്ലാഹു പറഞ്ഞു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു തആല പവിത്രമാക്കിയ ഒരു ശരീരത്തെയും നിങ്ങൾ കൊല്ലരുത്. ഇല്ലാ ബിൽ ഹഖി, അതിന്റെ അർഹതയോടുകൂടെ അല്ലാതെ. അർഹതയുണ്ടോ കൊല്ലാൻ? ചില വിഷയങ്ങളിൽ അങ്ങനെ ഒരു അർഹത വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ബിൽ ഹഖി എന്ന് പറഞ്ഞ വാക്കിനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതെ, മുഅ്മിനായ മനുഷ്യന്റെ ശരീരം അത് രക്തം ഹലാലാവുകയില്ല ഇല്ലാ ബിഹിദാ സലാസ്. നീ ഉപദേശം കേട്ട് നാളെ കത്തിയെടുത്ത് കൊല്ലാൻ നിൽക്കണ്ട. നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് വ്യക്തികൾ ഈ നിയമം സ്വീകരിക്കരുത്. കുഫറും ബഅദ ഈമാൻ, ഈമാനിന് ശേഷം കാഫിറാകൽ, മുർത്തദ്ദാകൽ, അതിന് ശിക്ഷയായിട്ട് ഖത്ൽ വരും. വസിനൻ ബഅദ ഇഹ്സാൻ, ഇന്നലെ പറഞ്ഞില്ലേ, വിവാഹിതനായതിനു ശേഷമുള്ള സിന, വേശ്യാവൃത്തി, അതിനുമുണ്ട് അത്തരത്തിലൊരു ശിക്ഷ. വഖത്ലു നഫ്സിൻ ബിഗൈരി ഹഖിൻ, യാതൊരു അർഹതയുമില്ലാതെ ഒരു ശരീരത്തെ കൊന്നു. ആ ശരീരത്തെ കൊന്നത് തെളിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ പ്രതി വന്ന് കുറ്റം സമ്മതിച്ചാൽ പകരമായിട്ടൊരു പ്രതികാരം സ്വീകരിക്കും. അതാണ് ഇല്ലാ ബിൽ ഹഖി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു കാരണവുമില്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യനെ വെറുതെ അങ്ങ് കൊന്നാൽ, ആരോ കൊട്ടേഷൻ നൽകിയതിന്റെ പേരിൽ, ആരോ പ്രേരിപ്പിച്ചതിന്റെ പേരിൽ, ഏതോ ചില്ലറ ഭൗതിക താല്പര്യത്തിന്റെ പേരിൽ, നാളെ ആഖിറത്തിലെത്തുമ്പോ ഖറബൽ ഖലായിഖു മിൻ അർശിർ റഹ്മാനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അർശിനോട് എല്ലാ ആളുകളും ഒരു വ്യക്തിയെ അങ്ങ് അടുപ്പിച്ചു നിർത്തുന്നു. അൽ മുഅ്മിനല്ലദീ ഖുതില മദ്ലൂമാ, ഒരു കാരണവുമില്ലാതെ മർദ്ദിതനായി കൊല ചെയ്യപ്പെട്ടു പോയ മുഅ്മിനായ മനുഷ്യനെ അടുപ്പിച്ചു നിർത്തുന്നു. അവനെ കൊന്ന ആള് അവന്റെ തൊട്ടു സമീപത്ത് തന്നെയുണ്ട്. അന്ന് അവനെ കൊലപാതകം നടത്തിയപ്പോ ശരീരത്തിൽ ഒലിച്ച രക്തമില്ലേ, ആ രക്തത്തോടുകൂടെയാണ് അവൻ അർശിന്റെ ചുവട്ടിലേക്ക് വന്നത്. റബ്ബിനോട് പറയുന്നു, റബ്ബി സൽഹാദാ ലിമ ഖതലനീ,
എന്നെ കൊന്ന ഈ മനുഷ്യനോട് നീ ഒന്ന് ചോദിക്കണേ അല്ലാ, എന്തിനാണ് എന്നെ കൊന്നത് എന്ന് ചോദിക്കണം. ഫബിമഹാല ബൈനി വബൈന സ്വലവാതി, ഒരുപാട് കാലം എനിക്ക് നിസ്കരിക്കാനുണ്ടായിരുന്നു, ആ നിസ്കാരത്തിന് ഈ മനുഷ്യനാണ് മറയിട്ടത്. ഹജ്ജിന് പോകാനുണ്ടായിരുന്നു, തടസ്സം ഇയാൾ കൊന്നതാണ്. നോമ്പെനിക്ക് നോൽക്കാനുണ്ടായിരുന്നു, ഇയാളാണ് കൊന്നത്. എന്തിനാണ് ഈ നന്മകൾക്ക് മറയിട്ടിട്ട് എന്നെ കൊന്നത് എന്ന് ചോദിക്കുക. അല്ലാഹു തആല പറയും, തൈസ്താ, കൊന്ന മനുഷ്യനോട് പറയുന്നു നീ പരാജയപ്പെട്ടു പോയി. കാരണമൊന്നും പറയാതെ അവനെങ്ങനെ നിൽക്കുന്നു. മലക്കുകളോട് പറയുന്നു ഇവനെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകൂ. വിദ്വേഷത്തിന്റെ പേരിൽ, ദേശത്തിന്റെ പേരിലല്ലേ കൊലപാതകങ്ങൾ അധികവും നടക്കുന്നത്. സമ്പത്തിന്റെ പേരിലും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നത് സഹോദരങ്ങളെ, അതിന് ആരെല്ലാം ആക്കം കൂട്ടുന്നുണ്ടോ, ഏതെല്ലാം ആളുകൾ ആ വിഷയത്തിന് ആക്കം കൂട്ടുന്നുണ്ടോ, അവർക്ക് കടുത്ത ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ദുനിയാവിലും അതിന് ശിക്ഷയുണ്ട്, ആഖിറത്തിലും ശിക്ഷയുണ്ട്. മുഅ്മിനായ മനുഷ്യനെ കൊല്ലാൻ ഒരു പ്രദേശവാസികളിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകളും അങ്ങ് കൂറായി എന്ന് കരുതിക്കോളൂ. എല്ലാവരും ആ വിഷയത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ട് സഹായിച്ചവരുണ്ട്, കത്തി കൊടുത്ത് സഹായിച്ചവരുണ്ട്, സമയം പറഞ്ഞു കൊടുത്ത് സഹായിച്ചവരുണ്ട്. മുഅ്മിനിൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലാൻ വലൗ ശത്ര കലിമാ, ഒരു ചെറിയ മെസ്സേജ് അയച്ചിട്ട് സഹായിച്ച ആളാണെങ്കിലും ലഖിയല്ലാഹ മക്തൂബുൻ ബൈന ഐനൈ, നാളെ ആഖിറത്തിൽ അവൻ അല്ലാഹുവിനെ അഭിമുഖീകരിക്കുന്നത് അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഒരു എഴുത്തുണ്ട്. ആയിസും മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശനാണിവൻ. റബ്ബിന്റെ റഹ്മത്ത് ഇവന് പ്രതീക്ഷയില്ല, അത് കിട്ടാൻ പോകുന്നില്ല. കാരണം ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നല്ലോ. മുഅ്മിനിന് എത്രമാത്രം പരിശുദ്ധിയുണ്ട്, മുസ്ലിമായ മനുഷ്യന്റെ ശരീരത്തിന് എത്രമാത്രം പരിശുദ്ധിയുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്യുമ്പോ കഅബയോട് നോക്കിയിട്ട് പറഞ്ഞു, കഅബ മാ അത്യബകി വമാ അത്യബ റീഹകി, നിനക്കെന്തൊരു പരിശുദ്ധിയുണ്ട്, നിന്റെ വാസനക്ക് എത്രമാത്രം സുഗന്ധമുണ്ട്. മാ അഅലമകി വമാ അഅലമ ഹുർമതകി, നിനക്കെന്തൊരു ബഹുമാനമുണ്ട്, നിന്റെ ബഹുമാനത്തിന് എത്രമാത്രം വലിപ്പമുണ്ട്. ഇത് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ശരീരം നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഹുർമത്തുൽ മുഅ്മിനി ഇൻദല്ലാഹി അഅലമു മിൻ ഹുർമതിക വമാലിഹി മാലുഹു വദമുഹു, ഒരു മുഅ്മിനായ മനുഷ്യനുള്ള ബഹുമാനം കഅബന്റെ ബഹുമാനത്തെക്കാളും വലുതാണ്. കഅബയെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിന്നെക്കാളും വലിയ ബഹുമാനം ഒരു മുഅ്മിനായ മനുഷ്യനുണ്ട്. അവന്റെ സമ്പത്തിന് ബഹുമാനമുണ്ട്, അവന്റെ അഭിമാനത്തിന് ബഹുമാനമുണ്ട്. ഒരു നാട്ടുകാർ മൊത്തം, ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാർ മൊത്തം, അല്ലെങ്കിൽ ഒരു ജില്ലയിലുള്ള ആൾക്കാർ മൊത്തം രാഷ്ട്രീയ പ്രേരിതമായിട്ടോ ഭൗതികമായ എന്തെങ്കിലും വിഷയത്തിന്റെ സുഖങ്ങളിൽപ്പെട്ടോ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഏതെങ്കിലും ഒരു വിധേന പങ്കെടുത്തു സഹായിച്ചാൽ മൊത്തെണ്ണത്തിനും പിടിച്ച് അല്ലാഹു നരകത്തിലിടും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കൂട്ടി നോക്കൂ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുമ്പോ മുസ്ലിങ്ങളായ ആളുകളുടെയും അല്ലാത്തവരുടെയും ശരീരത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. ഒരു മനുഷ്യന്റെ ശരീരം വെറുതെ അങ്ങ് കൊല്ലാൻ സുഖമുള്ള ഏർപ്പാടല്ല, കടുത്ത ശിക്ഷയാണതിന്. കാരണങ്ങളൊക്കെ ചോദിക്കുന്ന രംഗം വരും, രക്ഷപ്പെടാൻ കഴിയില്ല. മദീനയിൽ ഒരു കൊലപാതകം നടന്നു, ആളറിയാത്തൊരു കൊലപാതകം, ആളറിയില്ല, ആരോ കൊന്നിട്ടു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി ജനങ്ങളോട് പ്രസംഗിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് യുഖ്തലു ഖതീലുൻ വഅന ഫീകും, ഞാനുണ്ടായിരിക്കെ നിങ്ങളിൽപ്പെട്ട ഒരാളെ കൊന്നുകളയുന്നു. വലാ യുഅലമു മൻ ഖതലഹു, ആരാണ് കൊന്നത് എന്ന് തിരിച്ചറിയുന്നില്ല.
ഒരു കാര്യം പറയട്ടെ, ലവിജിത്തമഅ അഹ്ലുസ്സമാഇ വല്ലർളി, ആകാശഭൂനിവാസികൾ മൊത്തം ഒരുമിച്ച് കൂടിയാൽ അലാ ഖത്ലിൻ മുഅ്മിനിൻ, അല്ലാഹ് ബഹുമാനം നൽകിയ വലിയൊരു ശരീരമല്ലേ മുഅ്മിൻ, ആ മുഅ്മിനെ കൊല്ലുന്നതിന്റെ മേൽ ആകാശഭൂനിവാസികൾ മൊത്തം ഒരുമിച്ച് കൂടിയാലും അല്ലാഹു അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇല്ലാ യഫ്അല മാ യശാ, അല്ലാഹു ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നവരൊഴികെ. അല്ലാഹു ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഖിസാസാണ്, ശിക്ഷാ നടപടി. അത് നടപ്പിലാക്കിയ തന്നെ വേണം. അതിന് ഈ ശിക്ഷ പറഞ്ഞൂടാ. ഒരാളെ കൊന്നത് തെളിഞ്ഞു, ഇസ്ലാമിക ദൃഷ്ട്യാ ഒന്നുകിൽ അയാളെ കൊന്നുകളയും, ഈ കൊന്നവനെ ഒന്നുകിൽ കൊന്നുകളയും, അല്ലെങ്കിലോ മറ്റുള്ള ആളുകൾ വിട്ടുവീഴ്ച കൊടുക്കുകയാണെങ്കിൽ, ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വിട്ടേക്കും. അതല്ലെങ്കിൽ നഷ്ടപരിഹാരമായുള്ള തുകയോ അതുപോലെയുള്ള നഷ്ടപരിഹാരങ്ങളോ സ്വീകരിക്കപ്പെടും. 100 ഒട്ടകമാണെങ്കിൽ 100 ഒട്ടകം കൊടുക്കേണ്ടി വരും. അതേ 100 ഒട്ടകം കിട്ടാത്ത അവസ്ഥയാണോ, അതിനുള്ള നഷ്ടപരിഹാരങ്ങൾ എന്താച്ചാ കൊടുക്കേണ്ടി വരും. അതാ സ്ഥലത്തെയും സമയത്തെയും സന്ദർഭം പോലെ ഇരിക്കും. ഏതായിരുന്നാലും അത് ഭാരിച്ചൊരു വിഷയമായതുകൊണ്ടാണ് അത്തരത്തിലൊരു ശിക്ഷാ നടപടി. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നുകളയാൻ ഒരു വാക്ക് സഹായകമായി. നിങ്ങൾ കണ്ടില്ലേ, കുറ്റവാളികളെ പിടിക്കുമ്പോ ഇയാളും വിളിച്ചിട്ടുണ്ട് അന്ന്, മറ്റയാളും വിളിച്ചിട്ടുണ്ട് അന്ന്, അയാളും വിളിച്ചിട്ടുണ്ട്, ഇയാളും വിളിച്ചിട്ടുണ്ട്. എത്ര പേരാ വിളിച്ചത് ഒരു കൊലപാതകത്തിന്? എത്ര ആളാ പങ്കെടുത്തത്? എത്ര ആളെ മൊബൈലിൽ നിന്നാണ് കോള് പോയത്? ഇന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുവെങ്കിൽ ഇതിനേക്കാളും എളുപ്പത്തിൽ മലക്കുകൾ ചാർട്ട് ഹാജരാക്കും, പറഞ്ഞതും എഴുതിയതും ഹാജരാക്കും. നിഷേധിക്കാൻ കഴിയാതെ ഗൗരവമുള്ള ശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി അത് വേണ്ട, പരിക്ക് പറ്റിക്കുകയാണോ ചെയ്യുന്നത്? അടിച്ചങ്ങ് പരിക്കേൽപ്പിച്ചു. ഇസ്ലാമിന്റെ പ്രവർത്തകരായതിന്റെ പേരിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിഷ്കളങ്കരായ പ്രവർത്തകനായതിന്റെ പേരിൽ അടിച്ചങ്ങ് പരിക്കേൽപ്പിച്ച് കൊല്ലാകൊല നടത്തിയോ, അവനെ രക്തം ചീറ്റിയിട്ട് ഒരു ഭാഗത്ത് അവശനാക്കി മാറ്റിയോ, ആ രക്തത്തിന് പ്രതികാരമെടുക്കാതെ അല്ലാഹു തആല അവനെ ആഖിറത്തിൽ വിടൂല. ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ശരീരത്തിലെ രക്തവുമായി ഏതെങ്കിലും ഒരു പങ്കുണ്ടോ നിനക്ക്? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഷയത്തിന് ശരിയായ പരിഹാരമാണ് ആഖിറത്തിൽ കൊടുക്കുന്നത്. മനിസ്തതാഅ മിൻകും അല്ലാ യഹൂല ബൈനഹു വ ബൈനൽ ജന്നതി മിൽഉ കഫിൻ മിൻ ദമിൻ മുസ്ലിമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ അവനും സ്വർഗത്തിനും ഇടയിൽ മറയിടാതിരിക്കാൻ, ഒരു കൈപ്പിടി നിറയെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം ചീറ്റിക്കാൻ? ഒരു കോഴിയെ അറുത്തിട്ട് രക്തം ചീറ്റും പോലെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിയിട്ട് സ്വർഗത്തിൽ കടക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കുല്ലമാ തഅറദ ലിബാബിൻ മിൻ അബ്വാബിൽ ജന്ന. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്ത മനുഷ്യൻ ഒരു മുസ്ലിമിനെ അടിച്ചിട്ട് അവന്റെ പല്ല് പൊട്ടിച്ചിട്ട് രക്തം വന്നിട്ടുണ്ട്. എന്തേ കാരണം? പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ അടിച്ചതാണ്, അല്ലെങ്കിലോ ഒരു ഖതീബിനെ കൊണ്ടുവന്നതിന് അടിച്ചതാണ്, അല്ലെങ്കിൽ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ അടിച്ചതാണ്. അടിച്ചിട്ട് തല പൊട്ടിച്ചു, അല്ലെങ്കിൽ കാത് പൊട്ടിച്ചു, പല്ല് പൊട്ടിച്ചിട്ട് രക്തം വന്നു. ഒരു കോഴി അറുത്തിട്ട് വരുന്ന രക്തം പോലെ. അത് സഹോദരങ്ങളെ അധികമൊന്നുമില്ലല്ലോ, വളരെ കുറച്ചല്ലേ. ആ മനുഷ്യൻ സ്വർഗത്തിന്റെ ഓരോ ഗേറ്റിലേക്ക് വരുമ്പോ ഹാലല്ലാഹു ബൈനഹു വ ബൈനഹു, അല്ലാഹ് കവാടം കൊട്ടിയടക്കുകയാണ്, അവന്റെ മുന്നിൽ മറവീത്തുകയാണ്. അതേ, വമനിസ്തതാഅ മിൻകും അല്ലാ യജഅല ഫീ ബത്നിഹി ഇല്ലാ ത്വയ്യിബാ. ആർക്കെങ്കിലും അവരവരുടെ വയറ്റിലേക്ക് നല്ലതല്ലാതെ നിറക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം.
ചെയ്യണം. ഫൈന്ന അവ്വല മാ യുൻതിനു മിനൽ ഇൻസാനി ബത്നുഹു, മനുഷ്യ ശരീരത്തിൽ നിന്ന് ആദ്യം ദുർഗന്ധം വമിക്കുന്ന ഭാഗം അവന്റെ വയറാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലത് ഭക്ഷിച്ച വയറാണോ അത് ദുർഗന്ധം വമിക്കൂല, പൊട്ടി ചീത്തയാകൂല. ഇവിടെ നിങ്ങൾ നോക്ക്, പിശാചി രാവിലെ തന്നെ പണിയെടുക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ പരാജയപ്പെടുത്താനാണ്. നേരം പെടുത്താൽ അവന്റെ അനുയായികളോട് ഇബ്ലീസ് പറയും, മൻ ഖദലൽ യൗമ മുസ്ലിമൻ ഉൽബിസുഹു താജ്, ഇന്നൊരു മുസ്ലിമിനെ ആരെങ്കിലും മാനക്കേടിലാക്കിയാൽ അവന് ഞാൻ നല്ല കിരീടം കൊടുക്കും. ഇന്നൊരു മുസ്ലിമിനെ ആരെങ്കിലും തകർക്കാനോ ഏതെങ്കിലും ഒരു വിധേയന അവനെ കുറവാക്കാനോ സാധിക്കുമെങ്കിൽ നല്ല കിരീടം ധരിപ്പിക്കും. അപ്പോൾ ഒരു അനുയായി വന്നിട്ട് പറയും, എന്നാ ഞാനൊന്ന് നോക്കാം. ഒരാളെ കഴിവിൻ്റെ പരമാവധി പറഞ്ഞ് പിന്തിരിപ്പിച്ച് ഞാൻ അയാളെ ഭാര്യയൊന്ന് ത്വലാഖ് ഏൽപ്പിക്കാൻ വേണ്ടി നോക്ക്. എന്നാ പിന്നെ അയാൾ വേറെ വിവാഹം കഴിക്കുമ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, ഈ ത്വലാഖ് കൊണ്ടും വേറെ വിവാഹം കൊണ്ടും. വേറൊരാൾ വന്നിട്ട് പറയും, ഞാൻ ഇന്നൊരു മുസ്ലിമിനെ സമീപിച്ചു, കഴിവിന്റെ പരമാവധി ശല്യം ചെയ്തു, ഹത്താ അഖ്ഖ വാലിദൈഹി, അവനവന്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചു. ഇപ്പൊ ഇബ്ലീസ് പറയും, അത് ഇനിയും ഒരു പക്ഷേ നന്നാകാൻ ചാൻസ് ഉണ്ട്, കാരണം ത്വലാഖില്ലേത് മടക്കിയെടുക്കാലോ, ഒപ്പുണ്ടല്ലോ. ഈ വെറുപ്പിച്ചത് പൊരുത്തപ്പിടിച്ചുകൊണ്ട് നന്നാകാൻ ചാൻസ് ഉണ്ടല്ലോ. വേറൊരു അനുയായി വന്നിട്ട് പറയും, ഞാൻ ഇന്നൊരാളെ സമീപിച്ചു പിന്നാലെ കൂടി ഹത്താ അശ്റക, അളങ്ങ് മുശ്രിക്കായി മാറി. അത് പറയുമ്പോൾ ഇബ്ലീസ് പറയും, അന്ത നീയാണ് ഏറ്റവും നല്ല രൂപത്തിൽ വർക്ക് ചെയ്ത ആള്, നീയാണ് ഏറ്റവും നല്ല രൂപത്തിൽ വർക്ക് ചെയ്ത ആള്, നിനക്ക് നല്ല സമ്മാനം തരണം. മറ്റൊരാൾ വന്നിട്ട് പറയും, ഞാൻ ഒരാളെങ്ങനെ സമീപിച്ചു, അങ്ങനെ ലം അസൽ ബിഹി ഹത്താ ഖതല നഫ്സൻ, അയാൾ മറ്റൊരു മൂമിനായ മനുഷ്യനെ കൊന്നുകളഞ്ഞു. നീ വാ, അന്ത നീയ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കിരീടം തരാം. അവന്റെ അനുയായികളെ വിവിധ ഭാഗത്തേക്ക് വിട്ടിട്ട് ഉള്ള സ്വഭാവമാണ്. ഒരു മൂമിനായ മനുഷ്യനങ്ങോട്ട് കൊന്നിട്ട് ഇവിടെ ഒരുപാട് ആ കൊന്നത് കൊണ്ട് വലിയ നേട്ടമൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ നടന്ന് നമ്മളെ തണ്ടാണ്, നമ്മളെ ധീരത, നമ്മളെ ഊക്കാന്നൊക്കെ പറയില്ലേ, ചെയ്യണ കാര്യങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കൂല. മൻ ഖതല മുഅ്മിനൻ ഫഗ്തബത ബിഖത്ലിഹി, കൊന്നൂന്നല്ല, കൊന്നിട്ടതിന്റെ നേട്ടവും പ്രഖ്യാപിച്ചു. അങ്ങനെ നല്ല ഉശിരോടെ നടക്കുകയാണെങ്കിൽ ലം യഖ്ബലില്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, ഒരു ഫർളും ഒരു സുന്നത്തും അവനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. ഇത്രയും വലിയ വൻകുറ്റം ചെയ്തിട്ട് പിന്നെയും അവന് ആ വൻകുറ്റത്തിന്റെ വിഷയത്തിൽ അവന് സന്തോഷമാണ്, താല്പര്യമാണ്. ആ താല്പര്യമാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഗളബ് കുറക്കണം, ദേഷ്യം പിടിക്കേണ്ട ഘട്ടങ്ങളിൽ ദേഷ്യം പിടിക്കണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മനിസ്തുഗ്ളിബ ഫലം യഗ്ളബ് ഫഹുവ ഹിമാർ. ദേഷ്യം പിടിക്കേണ്ട ഘട്ടം വന്ന് ദേഷ്യം പിടിക്കാത്തവൻ ഹിമാറാണ്. അവൻ ആ പേരാ വിളിക്കാൻ പറ്റിയ ഹിമാർ. ഏതെങ്കിലും ദേഷ്യപ്പെടേണ്ട ഒരു ഘട്ടമാണ്, അവിടെ ദേഷ്യപ്പെടണം. അതും എന്തിന്? ലില്ലാഹി ലിവജ്ഹില്ലാഹി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി. ഒരു പക പോക്കാൻ, പക തീർക്കാനുള്ളൊരു ദേഷ്യാകരുത് നമ്മുടെ കുടുംബത്തോടും കൂട്ടുകാരോടും സ്വന്തത്തോടും മറ്റൊക്കെ. നമ്മുടെ സ്വന്തത്തോട് ഏതെങ്കിലും നന്മ മുടങ്ങിയാൽ നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? ഖൈറാണ്. അതൊരു പക്ഷേ തോന്നാൻ സാധ്യത കുറവായിരിക്കും. എന്തെങ്കിലും ഒരു തിന്മയിലേക്ക് നമ്മുടെ ശരീരം നമ്മളെ കൊണ്ടുപോയി ആ ശരീരത്തോട് വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടോ? നല്ലതാണ്. മറ്റുള്ളവരോടുള്ള ദേഷ്യത്തിന് അതിനൊരു പരിധിയും പരിമിതിയും ഉണ്ട്. അത് ശറഈയായ വീക്ഷണത്തിൽ പറയുന്ന വിഷയങ്ങൾക്കാണെങ്കിൽ അങ്ങനെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന്, ഒരു വീട്ടിൽ ചെന്നിരുന്നാൽ 9 ആളുകൾ 9 ഭാര്യമാർ ആ വീട്ടിലേക്ക് വരും സംസാരിക്കാൻ വേണ്ടിയിട്ട്. പകൽ സമയത്ത് എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും വരും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ വിഷയങ്ങൾ പറയും. 9 ആൾ പറയുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ. നമ്മളെ വീട്ടിൽ ഒന്നെ ഏറ്റവും ശബ്ദമുണ്ട്. 9 ആളാകുമ്പോൾ ശബ്ദം ഉണ്ടാവില്ലേ? ശബ്ദം ഉണ്ടാവും. ശബ്ദം ഉണ്ടായാലും അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവിധ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തങ്ങളൊന്നും നിരുത്സാഹപ്പെടുത്തൂല, എല്ലാം കേട്ടുകൊടുക്കും.
ഒരാൾ തന്നെ കേൾക്കാൻ നമുക്ക് പാടാണ് അല്ലേ. 9 ആളും കേട്ടു കൊടുക്കും. ഓരോ ആവശ്യങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ പറയാനുണ്ടോ, അതൊക്കെ കേട്ടു കൊടുക്കും. അങ്ങനെ കേട്ടു കൊടുക്കാനൊരു മനസ്സ് വേണം. ഒറ്റടിക്ക് തള്ളാനല്ലെന്ന് കേട്ടു കൊടുക്കാനൊരു സ്വബർ വേണം. ഇത് ചിലർ മുഴുവനും ചീത്തയും മടിയും എല്ലാ സമയത്തും വെറുപ്പും. പിന്നെ അത് കുറച്ച് കുറയും ഉറങ്ങാൻ നേരത്ത്. അങ്ങനെ പരിസരത്താണല്ലോ ഉറങ്ങേണ്ടത്. മുറാദൊക്കെ ഹാസിലാവുമാണല്ലോ, അപ്പോൾ ഒന്ന് കുറവുണ്ടാവും. രാവിലെ ആയാൽ പിന്നെയും തുടങ്ങും. തീരെ നാണമില്ലാത്തവനാണ് അത്തരക്കാരെ പറ്റി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തീരെ നാണമല്ല, പകൽ മുഴുവനും ആക്ഷേപിച്ച് അടിയും ഇടിയും പിടിയും രാത്രി ആകുമ്പോൾ മൂപ്പര് പതുക്കെ അങ്ങോട്ട് കയറി. യാതൊരു പ്രശ്നമില്ല. എന്തൊരു സ്വഭാവമാണത്. ആ സ്വഭാവം ശരിയില്ല. അവരോടും നമ്മൾ മാന്യത പുറത്തണം. നിങ്ങൾ കണ്ടില്ലേ, വലിയ നമ്മളൊക്കെ കരുതുമ്പോൾ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വിചാരിക്കും വലിയ ചൂടാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലല്ലേ പരാതി പറയാൻ വേറൊരു കൂട്ടുകാരൻ ചെന്നത്. ഭാര്യ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പരാതി പറഞ്ഞെന്നാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഉള്ളിലുണ്ട്, ഡൈനിങ് ഹാളിലുണ്ട്, വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. നേരെ കിച്ചണിൽ നിന്ന് ഭാര്യ ഇങ്ങോട്ട് ഇങ്ങനെ ഗൗരവത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, ഇവിടെ ഇങ്ങനെ ഞാൻ അവിടുത്തെ കഥ പറയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. പിന്നെ ഇപ്പം എന്താ പറയുന്നത്, ഇനി എങ്ങോട്ടാ പറയുന്നത്, തിരിച്ചു പോവാൻ. തിരിച്ചിങ്ങോട്ട് തിരിഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ കണ്ടു ഒരാൾ വന്നിങ്ങനെ തിരിഞ്ഞത്. പുറത്ത് വന്ന് സ്പീഡിൽ പോകുന്ന ആളെ വിളിച്ചു, നിങ്ങൾ വീട് വറ്റം വന്നിട്ട് ഒന്നും കാര്യം പറയാതെ തിരിച്ചു പോകുന്നതെന്താ? നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ വീടിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്, വിഷയങ്ങൾ വന്ന് പറയാൻ. അല്ല, ഞാൻ പറയാൻ വന്ന വിഷയത്തിൽ ഉത്തരം കിട്ടിയപ്പോൾ വേഗം പോയതാ. എന്താ ഉത്തരോ? ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അതേ ഒരവസ്ഥയാണ് ഇവിടെ. പിന്നെ എന്ത് പറയാനാ, പിന്നെ അങ്ങോട്ട് സഹിക്കാൻ നിർത്തി പോയതാണ്. എന്താ വിഷയം? ഭാര്യ ഭയങ്കര ചൂടാണ്, നല്ല ചൂടാ. കുറച്ചൊക്കെ ഒന്ന് സഹിച്ചൂടെ, കുറച്ചൊക്കെ ഒന്ന് സഹിച്ചൂടെ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ നമുക്ക് വേണ്ടി എത്ര സഹിക്കുന്നുണ്ട്. ഇത് ഭർത്താക്കന്മാരോടാ. എത്ര സഹിക്കുന്നുണ്ട്, എത്ര സഹിക്കുന്നുണ്ട്, ഒരുപാട് സഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ച് ഒരുപാട് സഹിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എണ്ണിക്കൊടുത്തു. ഇന്നഹാ വസാലത്തുൽ ലിസൗബി വമുർളിയത്തുൽ ലിഔലാദി വഖബ്ബാസത്തുൽ ലിഖുബ്സി. എനിക്ക് ഭക്ഷണം റെഡിയാക്കി തരുന്നത്, എൻ്റെ മക്കളെ പരിരക്ഷിക്കുന്നത്, എൻ്റെ വസ്ത്രങ്ങൾ അലക്കി തരുന്നത്, ഒരുപാട് വിഷയങ്ങൾ എനിക്ക് വേണ്ടി സഹിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ അവർ നമ്മളോടൊരു ചെറിയ രൂപത്തിലങ്ങ് സ്ട്രോങ് ആകുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാ പരാതിപ്പെടുന്നത്? കുറച്ചങ്ങ് സഹിച്ചൂടെ, സഹിച്ചങ്ങ് കേട്ടൂടെ? ശരിയങ്ങ് സഹിക്കാം, കേട്ടുപോകാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സഹനശൈലി ആ കൂട്ടുകാരൻ മനസ്സിലാക്കി തിരിച്ചു പോകുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണമില്ല എന്ന് ഭാര്യമാര് പറഞ്ഞാലും, ഇവിടെ ഭക്ഷണമൊന്നും കാര്യമായിട്ടില്ല എന്ന് പറഞ്ഞാലും തങ്ങൾ ചൂടാകൂല, കയർക്കൂല. അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന വല്ലതും കണ്ടാൽ അവിടുത്തെ നിറം മാറിപ്പോയി, ഭാഷ മാറിപ്പോയി, ഗൗരവം കൂടിപ്പോയി. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, നിസ്കാരം കഴിഞ്ഞ് വിരി നീക്കി വന്നാൽ ഒന്ന് സലാം പറയും. സലാം പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പണിയിലാണോ തങ്ങൾ നേരെ അടുത്തേക്ക് വരും. ആ പണിയുടെ കൂടെ ഒന്ന് സഹകരിച്ചു തരും. അല്ലെങ്കിൽ എന്നോട് വേറെ ആരെങ്കിലും വന്നിരുന്നോ എന്നുള്ള വിഷയങ്ങളൊക്കെ ചോദിക്കും. തലേന്ന് വന്ന ആളുകൾക്ക് കൊടുത്തതിനെ പറ്റിയൊക്കെ സംസാരിക്കും. ഒരു ദിവസം അങ്ങനെ വന്നപ്പോ ഉമ്മരപ്പടിയിൽ തങ്ങളൊരു നൃത്തമങ്ങ് നിന്നു. സലാം പറയുന്നില്ല, അകത്തേക്ക് കയറുന്നില്ല. ഒരേ നൃത്തം നിന്നപ്പോ ഞാൻ ഉള്ളിൽ നിന്നിങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഈ നൃത്തം? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തങ്ങൾ എന്താണ് സലാം പറയാതെ സംസാരിക്കാതെ ഒരേ ഒരു ഗൗരവത്തിൽ നിൽക്കുന്നത് എന്താണ്? ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയെങ്കിൽ ഇമാം മുസ്ലിം തങ്ങളെ റിപ്പോർട്ടിൽ കാണാം, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, ഞാൻ അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും പശ്ചാത്തപിക്കുന്നു.
അള്ളാഹുവിനോടും തങ്ങളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് അറിയാതെ വല്ലതും സംഭവിച്ചെങ്കിൽ എനിക്ക് മാപ്പാക്കണേ. എന്ത് തെറ്റാ ചെയ്തത്? ഉടനെ തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹിന്നും റുഖാ, ഈ ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത ഈ വിരി ആരാണ് ഇവിടെ തൂക്കിയത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനാണ്. കുമ്മായം തേക്കാത്ത കളിമണ്ണും ചളിമണ്ണും മാത്രമാക്കിയിട്ട് ഒട്ടിച്ചു വെച്ച ഈ ചുമര് ഒരുപാട് നിവേദക സംഘങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമല്ലേ, ഒന്നും മറക്ക് വേണ്ടി ഞാനൊന്ന് വിരിച്ചതാ. ഈ വിരി ഇങ്ങോട്ട് ഹദിയ കിട്ടിയതാണ്. അതങ്ങ് പറഞ്ഞപ്പോ ആയിഷ, അറിയുമോ നിങ്ങൾക്കിതിന്റെ വിഷയം? അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്ന വിഭാഗം അല്ലദീന യുളാഹൂന ബിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിരൂപങ്ങളോട് സാദൃശ്യപ്പെടുത്തുന്നവരാണ്. ജീവനുള്ള ജീവിയുടെ ഫോട്ടോകള് പകർത്തിയ രൂപം കണ്ടില്ലേ? ഇവരോട് നാളെ അല്ലാഹു തആല പറയും, മഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ രൂപപ്പെടുത്തി പടച്ചു വെച്ചതിന് ജീവൻ കൊടുക്കൂ. അവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ല. ദുനിയാവും തന്നെ ജീവൻ കൊടുക്കാൻ കഴിയാത്തവര് ആഖിറത്തിൽ എങ്ങനെ ജീവൻ കൊടുക്കാനാ? പറഞ്ഞ ഉടനെ തന്നെ ഞാനത് പറിച്ചു കീറി നിലത്തിട്ട് ചവിട്ടുന്ന ഭാഗത്ത് വെച്ചു. അതേ, ബഹുമാനിക്കുന്ന തലം മാറ്റിയിട്ട് നിസ്സാരതയുടെ തലത്തിലേക്ക് വെച്ചു. ഉടനെ തന്നെ ഞാൻ അനുസരിച്ചു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലല്ലാതെ വ്യക്തിപരമായിട്ട് തങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും കുറവ് വന്നാല് അവിടെ നിന്ന് കയർക്കാറില്ല, ദേഷ്യപ്പെടാറില്ല, ചൂടാകുന്ന സ്വഭാവമില്ല. പ്രായമുള്ള ഉമ്മമാരോട് ഒരു കാര്യം കൂടി കൂട്ടത്തിൽ ഞാൻ അങ്ങ് സൂചിപ്പിക്കട്ടെ. ഇക്കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രായമുള്ള ഉപ്പയുണ്ടായിരുന്നു നമ്മുടെ പരിപാടിയിലൊക്കെ വരുന്ന. ഇവിടെ അല്ല, മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗത്ത്. വിഷയം കേട്ടാൽ മതി, ആളെ ചോദിക്കണ്ട. അദ്ദേഹം പറഞ്ഞു എന്നോടൊന്ന് മരണപ്പെട്ടു പോയി, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നല്ല മനുഷ്യനാണ്, നല്ല ആലിമാണ്, പണ്ഡിതനാണ്. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഈ അടുത്ത കാലം മുതൽക്ക് ഭാര്യയോട് ചെറിയൊരു വെറുപ്പ് തോന്നിപ്പോയി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ശരിക്ക് ശ്രദ്ധിക്കാനാ ഞാനിത് പറയുന്നത്. എന്തേ ഭാര്യയോട് വെറുപ്പ് തോന്നാൻ കാരണം? ഇതുവരെ വെറുപ്പുണ്ടോ? ഇല്ല, അടുത്ത കാലം മുതൽക്ക് വന്ന വെറുപ്പാണ്. എന്തേന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു 60-62 വയസ്സായി. പക്ഷേ ഞാനൊരു ആണാണ്, ഞാനൊരു പുരുഷനാണ്, ആരോഗ്യവാനാണ്. എൻ്റെ ഭാര്യക്കൊരു 57-58 വയസ്സായി. ഞാൻ എൻ്റെ പായയിലേക്ക് അവരെ വിളിച്ചാൽ ഇനി നേരം വെളുക്കും എനിക്ക് കുളിക്കാനൊന്നും ആകൂല. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്രയും മക്കളെ ഞാൻ പ്രസവിച്ചത് എന്നും പറഞ്ഞ് മറ്റൊരു റൂമിൽ അവർ കിടപ്പാണ്. ഉമ്മമാരെ, എത്ര പ്രായം കൂടിയാലും മെൻസസിന്റെ സമയം കഴിഞ്ഞാലും അവസാന സമയം വരെ ഭർത്താവിന്റെ പൊരുത്തത്തിലായി അവരെ ശാപം വാങ്ങാതെ, മലക്കുകളെ ലാനത്ത് വാങ്ങാതെ, സ്വാലിഹീങ്ങളെ ലാനത്ത് വാങ്ങാതെ അവരോട് നല്ല സ്നേഹത്തിലും സമ്പർക്കത്തിലുമായി നിങ്ങളെ ശരീരത്തിന് വിചാരതയുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭർത്താവിന് വേണ്ടി നിന്നുകൊടുക്കൽ കടമയാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. ആ നിർബന്ധം വീട്ടിക്കൊടുക്കാതെ ആ ഒരു മനസ്സിന്റെ വ്യതയുമായി അവരങ്ങ് മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ ലഅനത്ത് മാറൂല. ഒരു രാത്രി തന്നെ ആ കിടപ്പറയിലേക്ക് വിളിച്ചിട്ട് വരാത്ത പെണ്ണിനെ ലഅനത്തുഹൽ മലായികതു ഹത്താ തുസ്ബിഹാ. 60 വയസ്സായ ഉമ്മ പറയുന്നു, എനിക്ക് കുളിക്കാനൊന്നാകൂല. വിചാരങ്ങൾക്ക് 10-40 കൊല്ലം അടിമപ്പെട്ടു തന്നു. തീർന്നോ സഹോദരങ്ങളെ? എൻ്റെ ശരീരം മൊയിച്ചു തന്നു. തീർന്നോ? ഇല്ലേ, തീർന്നിട്ടില്ല. അവസാന സമയം വരെ ഭർത്താവിൻ്റെ താല്പര്യത്തിന്, ഇംഗിതത്തിന് വഴങ്ങണം. അതേ, അത് ഹലാലായ സുന്നത്തായ രൂപത്തിലുള്ളതാണ്, ഹറാമായ രൂപത്തിലല്ലല്ലോ. കുടുംബ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിനല്ലേ ഉസ്താദേ എൻ്റെ ഭാര്യ ഇതും പറഞ്ഞ് സ്വന്തം കിടക്കുന്നൊരു റൂമിലേക്ക്, ഡ്രസ്സ് മാറുന്ന റൂമിലേക്ക് പോയപ്പോ എൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം വന്നു.
ഒന്ന് കല്യാണം വേറൊന്ന് കഴിച്ചാലോ എന്ന് ആലോചിച്ചു പോയി. നല്ലോണം ഖത്മ് തീർക്കുന്ന, മാസത്തിലെ ആഴ്ചയിലെ സുന്നത്ത് നോമ്പൊക്കെ നോൽക്കുന്ന, അയ്യാമുൽ ബീദിലെയും അയ്യാമുസീദിലെയും നോമ്പ് നോൽക്കുന്ന, 96 നോമ്പ് നോൽക്കുന്ന നല്ല പക്വതയുള്ള ഉമ്മമാരുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും ഭർത്താവിന്റെ വലബ് വാങ്ങിയിട്ട് മരിച്ചു പോകരുത്, മലക്കുകളുടെ ശാപം തട്ടിയിട്ട് മരിച്ചു പോകരുത്. നിങ്ങൾക്കൊരു പക്ഷേ വികാരമായ പരിധി അവസാനിച്ചിട്ടുണ്ടെങ്കിലും ആ ഭർത്താവിന്റെ ശരീരത്തിന് വഴങ്ങിക്കൊടുക്കണം. അത് ഏറ്റവും നല്ലൊരു കടമയാണ്, പൊരുത്തം കിട്ടാൻ കാരണമാണ്. സ്വഹാബി വനിതകളൊക്കെ ശീലം അങ്ങനെയല്ലേ? അവസാന സമയത്ത് ഭാര്യയുമായുള്ള സല്ലാപത്തിൽ കുളിക്കാൻ കാത്തുനിന്നാൽ എനിക്ക് നേരം വൈകി പോകുമോ എന്ന് കരുതിയിട്ടല്ലേ ഹൻദല റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയത്. ആ ഹൻദല റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ ഹൻദല റളിയല്ലാഹു അൻഹു മലക്കുകൾ കുളിപ്പിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബത്ത് പോയി നോക്കുമ്പോ ശരീരത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു, കുളിപ്പിക്കുന്നവരെ കാണുന്നില്ല. വീട്ടിലേക്ക് പോയി അന്വേഷിക്കുമ്പോ ഞാനുമായി ബന്ധം പുലർത്തി ഭർത്താവ് വിശ്രമത്തിലായിരുന്നു. കുളിക്കാൻ നേരം പാർത്താൽ ഈ വന്ന വിളിക്ക് ഞാൻ വൈകിപ്പോകുമോ എന്ന് കരുതിയിട്ട് തങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ട് ഇറങ്ങി ഓടിയതാണ്. എന്റെ ഭർത്താവ് ലാസ്റ്റ് സമയം വരെ സന്തോഷത്തിലാണ്. ആ ഒരു വർത്തമാനമാണ് ഉമ്മമാരെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത്. അവരെ ഒലബ് കൊണ്ട്, മലക്കുകളെ ലയനത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളെ ശാപം തട്ടിയിട്ട് പിരിഞ്ഞു പോകുന്നവരാകരുത്. നിങ്ങൾക്ക് എത്ര പ്രായാധിക്യമായാലും വികാര വിചാരങ്ങൾക്ക് ഹലാലായ രൂപത്തിലേക്ക് ഭർത്താവ് വിളിക്കുമ്പോ നിങ്ങൾ വഴിപ്പെട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഹറാമായ രൂപത്തിൽ ആ ഭർത്താവ് സ്വയംഭോഗം നടത്തിപ്പോയാൽ, വേറെ വല്ല മാർഗവും സ്വീകരിച്ചാൽ അതിനുകൂടി ഉത്തരവാദികളാകേണ്ടി വരും. നന്നായി ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേ, ആ ഒരു രംഗത്ത് അവരോട് കൊലപാകേണ്ടതല്ല, ദേഷ്യം പിടിക്കേണ്ടതല്ല, ഇനി അതൊക്കെ മാറേണ്ടതാണ് എന്ന് പറയേണ്ടതല്ല. ലാസ്റ്റ് സമയം വരെ അങ്ങനെയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എനിക്ക് അല്ലാഹു തആല തന്ന വലിയ പ്രത്യേകതകൾ ഒന്നാണ് തങ്ങൾ വഫാത്താകുന്നത് മാബൈന ഫഖ്ദി വനഹരി, എൻ്റെ കാലിൻ്റെയും എൻ്റെ നെഞ്ചിൻ്റെയും ഇടയിൽ സന്തോഷപൂർവം തലവെച്ച് കിടന്നിട്ടാണ്. ലാസ്റ്റ് സമയത്തും എൻ്റെ ശരീരത്തിൽ, എൻ്റെ ശരീരമല്ലേ തങ്ങൾക്ക് തലയണയാക്കി വെച്ചു കൊടുത്തത്, അത് അല്ലാഹു എനിക്ക് തന്നൊരു പ്രത്യേകതയാണ്. ലാസ്റ്റ് സമയത്തും എൻ്റെ പൊരുത്തവും എൻ്റെ ഭർത്താവിൻ്റെ പൊരുത്തവും യാതൊരു കുഴപ്പവുമില്ലാത്ത വിധത്തിലാണ് ഞങ്ങളെ ജീവിതം അവസാനിക്കുന്നത്. അവിടെയാണ് ഒരു ഉമ്മാന്റെ മാർക്ക് വീഴേണ്ടത്. അതുകൊണ്ടല്ലേ നിസ്കാരം പറഞ്ഞു ഹദീസില്, നോമ്പും പറഞ്ഞു ഹദീസില്, സക്കാത്തും പറഞ്ഞു. മൻ സ്വല്ലത്ത് ഖംസഹാ വസ്വാമത്ത് ശഹ്റഹാ വഹജ്ജത്ത് ബൈത റബ്ബിഹാ, ഈ ഫർളൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു കാര്യം ഹദീസിൽ പറഞ്ഞു, വഅതാഅത്ത് സൗജഹാ, തന്റെ ഇണക്ക് അനുസരിക്കുകയും ചെയ്താൽ ദഖലത്ത് ബൈത റബ്ബിഹാ, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ആ ഒരു വെറുപ്പ് സ്വീകരിക്കരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി, കോപം എന്ന് പറയുന്ന അവസ്ഥ മാറ്റിയിട്ട് സഹനത്തിന്റെ അവസ്ഥ സ്വീകരിക്കണം. മഹത്തുക്കളായ മഹാന്മാര് പറഞ്ഞു, പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചു. അതേ മഹത്തുക്കളായ ഒരുപാട് മഹാന്മാര് പറഞ്ഞു, 4 ദുസ്വഭാവങ്ങൾ 4 ആളുകളിൽ വലിയ ദുസ്വഭാവമാണ്. 4 ആളുകളിൽ 4 ദുസ്വഭാവങ്ങൾ ഏറ്റവും നീചമായ സ്വഭാവമാണ്. മറ്റുള്ളവരിൽ ആ ദുസ്വഭാവങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ ഈ പറയുന്ന 4 ആളുകൾക്ക് ആ ദുസ്വഭാവം തീരെ ചേർന്നതല്ല. അതിലൊന്ന് അൽ ബുഖുലു ഫിൽ മുലൂക്ക്,
രാജാക്കന്മാരിലുള്ള ബുഖ്ല്. രാജാവാകുമ്പോ ബുഖ്ല് പാടില്ല. അല്ലാഹു തആലയാണ് അധികാരം കൊടുത്തത്. ആ അധികാരത്തിനനുസരിച്ച് നല്ലോണം ചെലവ് ചെയ്യണം. വലിയ ഖലീഫയായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സാധുക്കളായ ആളുകൾ വരുമ്പോ, മിസ്കീന്മാര് വരുമ്പോ ബൈത്തുൽ മാലിൽ നിന്നൊരു വിഹിതം കൊടുക്കുന്നതിനോടൊപ്പം സ്വന്തം സമ്പത്തിൽ നിന്നൊരു വിഹിതവും കൂടി കൊടുക്കുമായിരുന്നു. പിശുക്ക് തീരെയില്ല, തീരെ പിശുക്കില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഔദാര്യം ചെയ്യാൻ വേണ്ടി സ്വന്തം വാഹനമടക്കം വിറ്റ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഞാൻ ആ ചരിത്രത്തിലേക്ക് നീണ്ടു പ്രവേശിക്കുന്നില്ല. രാജാക്കന്മാർക്ക് തീരെ യോജിക്കാത്തതാണ്, ഭരണാധികാരികൾക്ക് തീരെ യോജിക്കാത്തതാണ് ബുഖൽ എന്ന് പറയുന്നത്, പിശുക്ക്. അവരുടെ കയ്യിൽ ഒരുപാട് സ്വാധീനങ്ങൾ, ആസ്തികളുണ്ട്. അതൊക്കെ ആളുകളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൊടുക്കേണ്ടതാണ്. വൽകദിബു ഫിൽ ഖുലാത്ത്. പിന്നെ യോജിക്കാത്ത ഒന്നാണ് ജഡ്ജിമാരിലുള്ള നുണ പറയല്. ജഡ്ജിയാകുമ്പോ നീതിമാനാകണം. ആർക്കെങ്കിലും അനുസരിച്ച് ഒപ്പിച്ച് വിധി പറയുന്ന ആളാകരുത്. ഏതെങ്കിലും പണത്തിന് വഴങ്ങിയിട്ട് നുണ പറയുന്ന ആളാകരുത്. നീതിയോടെ സത്യത്തോടെ വർത്തിക്കുന്ന ആളാകണം. ജഡ്ജിമാരാണോ അവരിൽ കദിബ് വളരെ മോശമാണ്. ആർക്കും കദിബ് പറ്റൂല. പക്ഷേ ഇവരെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുമ്പോ ഇത് വളരെ നികൃഷ്ടമാണ്, വളരെ നീചമാണ്. വൽ ഹിദ്ദത്തു ഫിൽ ഉലമാ. പണ്ഡിതന്മാരാണോ കടുത്ത ദേഷ്യം, ക്രോധം അവരോട് ചേർന്നതല്ല. സഹനത്തിന്റെ ശൈലിയാണ്, ശീലമാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ പണ്ഡിതൻ, ഏറ്റവും വലിയ ആലിമ് ലോകത്താരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തർക്കമില്ല വിഷയത്തിൽ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളത് ആർക്കാണ്? അത്ഖാക്കും, ഏറ്റവും വലിയ മുത്തഖിയായ മഹാൻ അഥവാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മദീനത്തെ പള്ളിയുടെ ഉള്ളില്, പള്ളിയായ സ്ഥലത്ത് വന്നൊരാൾ മൂത്രമൊഴിച്ചത്. മൂത്രമൊഴിച്ചപ്പോൾ സ്വഹാബത്ത് പിടിച്ചു മാറ്റാൻ പോയി. തങ്ങൾ സമ്മതിച്ചില്ല. പിടിച്ചു മാറ്റിയ എല്ലായിടത്തും ഒരുപോലെ ആവൂലേ? മറ്റേ മൂത്രമൊഴിക്കുന്നിടത്ത് മാത്രമല്ലേ ആകുള്ളൂ. മൂത്രമൊഴിച്ച് കഴിഞ്ഞ് അവിടെ ബക്കറ്റിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ മൂത്രമൊഴിച്ച ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് അദ്ദേഹം പറയാണ്, വിളിച്ചിട്ടുള്ള ഈ സാമീപ്യത്തെ പറ്റി എത്ര ദേഷ്യം വരുന്നവരെ നിങ്ങൾ. എവിടെ മൂത്രയിക്കുന്നത്? പള്ളിയിൽ. അതും ഏത് പള്ളിയാ? മദീനത്തെ പള്ളി. ലോകത്ത് 2ാം സ്ഥാനമുള്ള പള്ളിയാണ് മദീനത്തെ പള്ളി. ചെറിയ സ്ഥാനമാ, ചെറിയ ബഹുമാനമാ. ആ പള്ളിയുടെ ഫൗണ്ടേഷന് വേണ്ടി തോളിൽ കല്ല് ചുമന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ തോളിൽ കല്ല് ചുമന്നിട്ട് തറകെട്ടി ഉണ്ടാക്കിയ പള്ളിയാണ് മദീനത്തെ പള്ളി. കീശയിൽ നിന്ന് കാശ് കൊടുത്തിട്ട് വാങ്ങിയതാണ് ആ പള്ളിൻ്റെ സ്ഥലം. കുടുംബക്കാരായ ബനു നജ്ജാർകാർ പറഞ്ഞു, ഞങ്ങൾ സൗജന്യമായിട്ട് തരാം. വേണ്ട, സാമിനൂനി ഹൈതുക്കും യാ ബനു നജ്ജാർ. ബനു നജ്ജാർ ഗോത്രക്കാരെ, നിങ്ങളെ പറമ്പിന് വില പറയണം, നല്ല വില പറയണം. വിലക്ക് ഞാൻ നിങ്ങൾക്ക് കച്ചവടത്തിന് നിൽക്കാം. അങ്ങനെ വില കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാങ്ങി. സ്വഹാബത്തൊക്കെ തങ്ങൾ കല്ല് വെച്ച് വരുമ്പോൾ ആ കല്ല് ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെപ്പോലെ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആൾക്കാരല്ല, നിങ്ങൾ വേറെ കല്ലെടുത്തോളൂ, ഞാൻ ഈ കല്ല് കൊണ്ടുപോകാം. ഫസഹാബത്ത് പറഞ്ഞു, ലഇൻ ഖഅദ്നാ വന്നബിയ്യു യഅമലൂ. തങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കെ നമ്മളൊക്കെ വിശ്രമിച്ചാൽ നമ്മൾ മോശക്കാരാണ്, വഴിതെറ്റിയവരാണ്. ഒരു മിനിറ്റും വിശ്രമിക്കാതെ കല്ലെടുക്കണമെന്ന് പാട്ടും പാടിയിട്ട് കല്ലെടുക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി. ആ പള്ളിയിൽ വന്നിട്ടാണ് ഒരാൾ മൂത്രമൊഴിക്കുന്നത്. മൂത്രമൊഴിച്ച ആളെ അടുത്തേക്ക് തങ്ങൾ വിളിക്കുന്നു ഉപദേശിക്കാൻ. ഈ ഉപദേശത്തെ പറ്റി ഉപദേശം കിട്ടിയ ആൾ പറയുന്നു, മാ റഅയ്തു അഹ്സന ഖത്തു മുഅല്ലിമൻ. ഇതുപോലെ നല്ലൊരു മുഅല്ലിമിനെ ഇതിനു മുമ്പും ഞാൻ കണ്ടിട്ടില്ല, വലാ ബഅദഹു, ശേഷവും കണ്ടിട്ടില്ല. ഫവല്ലാഹി മാ കഹറനി വലാ ശതമനി വലാ ളറബനി. എന്നോട് മുഖം ചുളിച്ചില്ല, എന്നെ അടിച്ചില്ല,
ശപിച്ചില്ല, ചീത്ത പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലഹു ലിശൈഇൻ മിൻ ഹാദിഹി, ഈ പള്ളി ഇതുപോലത്തെ സംഗതിക്കൊന്നും യോജിച്ചതല്ല. ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി വസ്സലവാതി വഖിറാഅത്തിൽ ഖുർആൻ, പള്ളി ദിക്ർ ചൊല്ലാനും നിസ്കരിക്കാനും ഖുർആൻ ഓതാനും മറ്റു സുഹൃതങ്ങൾക്കൊക്കെ ഉള്ളതാണ്. ഈ പണി ഇനി പള്ളിയിൽ പറ്റൂല. എന്തൊരു നല്ല ഉപദേശം! പണ്ഡിതന്മാരെ കണ്ടില്ല നിങ്ങൾ? വലിയ വലിയ പണ്ഡിതന്മാർ, എന്തൊരു സഹനമാണ് അവർക്ക്. വന്യരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഇന്നലെ നമ്മളെ മജ്ലിസിൽ വന്ന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എത്ര ആൾ ചീത്ത പറഞ്ഞാലും ഉസ്താദ് ചിരിക്കും. സാരല്ലോ എന്ന് പറയും. ഉസ്താദിന് സഹിക്കാത്ത ഒരു ചീത്തയാണ് മർക്കസിനെ പറ്റി മറ്റും പറയുമ്പോൾ. അത്രയും കഠിനാധ്വാനം ചെയ്തതാണല്ലോ. എത്ര കഷ്ടപ്പാടുകളും എത്ര വേദനകളും സഹിച്ചിട്ടുണ്ട്, എത്ര തരം തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്, എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അത്ര പ്രയാസം സഹിച്ചുണ്ടാക്കിയൊരു സ്ഥാപനവും നമ്മുടെ നാട്ടിലില്ല. വലിയ ബറക്കത്തുള്ള സ്ഥാപനം. ഒരുപാട് മഹാന്മാരവിടെ വന്ന് ദർസ് നടത്തി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ, അവർക്കൊരു റൂമുണ്ടായിരുന്നു. ഇപ്പം അടുത്ത കാലത്താണ് ആ റൂം മാറ്റി പള്ളി വിശാലമാക്കിയത്. പള്ളിൻ്റെ മുകളിൽ അവിടെ ക്ലാസ്സിന് തഖസ്സുസ് ഉദ്ഘാടനത്തിന് അവരൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. റഈസുൽ ഉലമ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവിടെ എത്തിയിട്ടുണ്ട്. ആ വിഷയത്തിന് അവരൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർ വന്നിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ട സ്ഥാപനത്തിനെതിരെ പറയുമ്പോൾ വീട് പറഞ്ഞാലൊന്നും ഉസ്താദിന് പ്രശ്നമല്ല, പറമ്പ് പറഞ്ഞാലും പ്രശ്നമല്ല, മക്കളെ പറഞ്ഞാലും പ്രശ്നമല്ല. സ്ഥാപനത്തിനെ പറയുമ്പോൾ ഒരു നോവാണ്. കാരണം അത് അത്രയും കഷ്ടപ്പാട് സഹിച്ചതാണ്, ചെറുതല്ല. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. വേറെ ആൾ നിങ്ങളെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞാൽ ഉസ്താദ് പ്രശ്നമല്ല, സാറിൽ ലഭിക്കോട്ടെ. ഇവിടെ ഒരു നിലക്ക് ഉസ്താദിനെ അനുകൂലിക്കാത്ത ആൾ ചിലപ്പോൾ ദുബൈയിൽ ചെല്ലുമ്പോൾ അറബിയാൾ ചോദിക്കുമ്പോൾ പറയും ആ ഷേഖുന മൽജഉന മലാദുന എന്നൊക്കെ പറയും. എന്നാലേ കാശ് കിട്ടുള്ളൂ. അങ്ങനെ ആൾ കാശ് വിരിക്കുന്നുണ്ട്. ഉസ്താദ് വന്നു പറഞ്ഞാൽ ഉസ്താദൻ പിരിച്ചു പോയിക്കോട്ടെ, അയാളും കുടുംബവും സ്ഥാപനമായിട്ട് രക്ഷപ്പെട്ടോട്ടെ, നിങ്ങളൊന്നും പറയണ്ട. നമ്മളാണെങ്കിൽ എന്താ പറയുക, ഇപ്പം പിടികൂടെന്ന് പറയില്ലേ, അതവരൊരു സഹനമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉലമായിന് അങ്ങനെയാണല്ലോ, അവർ സ്വഭാവം അങ്ങനെയാണ്. എത്ര ഉലമാക്കളുണ്ട്, അവരാ സ്വഭാവം കൊണ്ടാണ് ദീനിൻ്റെ ഈ കരുത്ത്. അള്ളാഹു എല്ലാ ഉലമാക്കൾക്കും സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഏത് ആളുകൾ, എന്ത് പ്രതികൂലികളായ ആളുകൾ എന്ത് പറഞ്ഞാലും ഉലമായിന് അതിനൊരു നന്മയുള്ള ഭാഷയുണ്ട്. അതോടുകൂടെ ആ പ്രതികരണങ്ങളും ആ ആരോപണങ്ങളൊക്കെ കെട്ടടങ്ങിപ്പോകും. നമ്മൾ ഇന്ന് വരെ കാണുന്ന രൂപം അങ്ങനെയാണ്. നാലാമത്തെ ഒന്ന് വൽ വിഖാഹത്തു ഫിൻ നിസാ, സ്ത്രീകളിൽ ഒരു നിലക്കും ചേരാത്ത ഒരു സ്വഭാവമാണ് വിഖാഹത്ത്. വിഖാഹത്ത് എന്ന് പറഞ്ഞാൽ ഖില്ലത്തുൽ ഹയാ, നാണം കുറഞ്ഞു പോവുക. സ്ത്രീ ആകുമ്പോൾ നല്ല നാണം വേണം, ഹയാ എല്ലാവർക്കും വേണം. പക്ഷെ ഹയാ തീരെ കുറയാൻ പാടില്ലാത്ത ആളുകൾ ആരാ? സഹോദരിമാരാണ്. എന്തൊരു ഹയാ ആണെന്നറിയോ? അൻസാരി പെണ്ണുങ്ങളെ ഹയാ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാത്ത ഹയാ ആണ്. നിയമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരികളെ പെണ്ണുങ്ങൾ, അൻസാരികളായ സ്വഹാബത്തിൻ്റെ പെണ്ണുങ്ങൾ വല്ലാത്തൊരു പെണ്ണുങ്ങൾ തന്നെ, വല്ലാത്ത മഹത്തുള്ളവർ തന്നെ. എന്ത് ഹയാ ആണ് അവർക്ക്! ഒരായത്തൊരു വിഷയത്തിൽ ഇറങ്ങിയാൽ അത് അപ്പം തന്നെ അമൽ ചെയ്യും, നാളേക്ക് കാത്തുക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നൊരായത്തിറങ്ങി ഖുർആനിൽ. മുഖമക്കനകളൊക്കെ മാറിന്റെ മേലെ തായോട്ട് താഴ്ത്തിയിടണം. ചിലപ്പോൾ ചില പെണ്ണുങ്ങൾ കാണും മുഖമക്കനെ രണ്ടു കൂട്ടിട്ട് ഇങ്ങനെ ചുറ്റി കിട്ടുന്നത് കാണാം, താടി ഒന്നായിട്ട്. അപ്പോൾ വേറെ കുറേ ഭാഗങ്ങൾ പൊന്തി നിൽക്കും, അത് തായോട്ട് താഴ്ത്തിയിടാൻ വേണ്ടത്. അവിടെ ഒന്നുകൂടി മറവ് കിട്ടാനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. ഒന്ന് മറവ് കിട്ടാൻ, ശരീരത്തിൻ്റെ പ്രകൃതി അങ്ങനെയാണല്ലോ. ആരും വേറെ ഏതെങ്കിലും കണ്ണോട് നോക്കാതൊക്കെ ഒരു മറവ് കിട്ടാനാണ്. നല്ല ഹയാ വേണം സഹോദരിമാർക്ക്. വാഹനങ്ങളൊക്കെ ഓടിക്കാം, പക്ഷെ ഹയാ ഇല്ലാത്ത വാഹനമൊന്നും ഓടിക്കണ്ട. നല്ല വാഹനമൊക്കെ ഓടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതിന് തകരാറൊന്നുമില്ല. ഹയാ ഇല്ലാത്ത രീതിയിലുള്ള വാഹനങ്ങൾ ഓടിക്കലൊന്നും വേണ്ട. നല്ല ഹയാവോട് ജീവിക്കണം. വേറൊരാളോട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു ഹയാ വേണം. അൻസാരി പെണ്ണുങ്ങൾ ഈ ആയത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങാൻ പേടിച്ചു പോയിന്നാ. കാരണം അവരെ തട്ടൊക്കെ ചെറുതായിരുന്നു. തട്ടത്തിന് വലുപ്പം കൂട്ടാൻ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും തട്ടം വാങ്ങിയിട്ട് തുന്നിക്കൊടുക്കും. കാരണം തായോട്ട് വലുപ്പമല്ല, ഇവിടെ മാത്രം മറയുന്ന തട്ടായിരുന്നു. ഖുർആൻ എന്ത് പറഞ്ഞു? മുഖമക്കനകളൊക്കെ തായോട്ട് മാറിലേക്ക് താഴ്ത്തിയിടണം. പടച്ചോനെ, ഞങ്ങളെ തട്ടങ്ങൾക്ക് വലുപ്പമല്ലല്ലോ, പുറത്തൊന്നും പോകണമല്ലോ, ആ തട്ടൊന്നും കൂടി തരി. എന്നിട്ട് ഇവിടെ തുന്നിക്കൂട്ടും, മറ്റേ തട്ടം വാങ്ങി ഇവിടെയും തുന്നിക്കൂട്ടും, മാറൊന്ന് മറക്കാൻ. നല്ല ഹയാ ഉള്ള സഹോദരിമാർ ഇപ്പോഴും അങ്ങനെ. ഹയാ കുറവുള്ളവർക്ക് അങ്ങനത്തെ തട്ടം കൊണ്ടു കൊടുത്താൽ അവർ പറയും ഞാൻ ഉമ്മാമൊന്നായിട്ടില്ല എന്ന് പറയും.
ഉടനെ പറഞ്ഞു, ഞാൻ ഉമ്മാമെന്നായിട്ടില്ല, എനിക്ക് ആകെ 1-2 കുട്ടികളായിട്ടുള്ളൂ, നിങ്ങൾ എന്തിനാ ഇമ്മ അതിൽ തട്ടം വാങ്ങി കൊടുക്കുന്നത്, വലിയമാക്കളുടെ തട്ടാണെന്ന് പറയും. പക്ഷേ നല്ല ഹയാ ഉണ്ടോ, നല്ല മറ സ്വീകരിക്കും, ജീവിതത്തിന് നല്ല സൗന്ദര്യം ഉണ്ടാകും, സമ്പർക്കത്തിന് നല്ല സുഖം ഉണ്ടാകും, വിവാഹബന്ധത്തിന് നല്ല ബർക്കത്തുണ്ടാകും. ഹയാ കുറഞ്ഞാൽ എല്ലാ ലെവലിലും കുറവുണ്ടാകും, എല്ലാ ലെവലിലും ബർക്കത്തിൻ്റെയും കുറവുണ്ടാകും. ഹയാ തീരെ കുറയാൻ പാടില്ല സഹോദരിമാർക്ക്. എല്ലാവർക്കും ഹയാ വേണം, പുരുഷന്മാർക്ക് ഹയാ വേണം. പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, വിവാഹപ്രായമെത്തിയവരോടും വിവാഹം കഴിച്ചവരോടും കഴിക്കാനുള്ളവരോടും, ഭർത്താവിൻ്റെ കൂടെ നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിച്ചോളൂ, പക്ഷേ വാഹനത്തിൻ്റെ മേലെ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇടക്കിടക്ക് ഓരോ ചുംബനൊക്കെ നടത്തി പോകുമ്പോൾ ഹയാ വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. ഇടക്കിടക്ക് ആ രൂപത്തിലുള്ളൊരു സംസാരവും ആ രൂപത്തിലുള്ളൊരു പിടുത്തമല്ലേ, അതിനൊക്കെ ഒരു ഹയായിൻ്റെ വല്ലാതെ കുറവുണ്ട്. കാരണം ആളുകൾ കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു വെറുപ്പാണത്. നിയമം നോക്കുന്ന സമയത്തൊരു പക്ഷേ ഹറാമാണെന്നും പറയാത്ത രൂപത്തിലാണെങ്കിലും സത്യത്തിൽ ഹയായിന് മാന്യതക്കൊരു കുറവാണ്. ഒരു ഉസ്താദ്, നിങ്ങൾ നോക്ക്, ഒരു ഉസ്താദ് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുന്നു, നല്ല 1-ാം നമ്പർ തലയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ ഉസ്താദ് ഒന്ന് മടക്കി കുത്തിയാൽ ആളുകൾ എന്ത് പറയും? എന്താ ഇപ്പം മൊയിലേര് കാട്ടിയത്, മേലെ നല്ല ഉഷാറാക്കി താഴെ ഫുള്ള് ഫോളാക്കിയല്ലോ എന്ന് പറയും. ഇങ്ങനെ നടക്കുന്നത് മേലൊക്കെ ഉഷാറാക്കിയിട്ട് താഴെ ഓപ്പൺ ആക്കിയല്ലോ എന്ന് പറയും. അതൊരു ഹയായിൻ്റെ കുറവല്ലേ? അതേപോലത്തെ വലിയൊരു ഉസ്താദ് ഉറുപ്പിൻ്റെ കടലിൽ വാങ്ങി അങ്ങാടി കൂടെ ഇങ്ങനെ കുറിച്ച് നടന്നാൽ അതൊരു ഹയായിൻ്റെ കുറവാണ്. കടല വാങ്ങിക്കോട്ടെ, പക്ഷെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ തിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. വാഹനത്തിൽ ഇരുന്നിട്ട് അത് പുറത്തിറങ്ങി ഇങ്ങനെ തിന്നുമ്പോൾ വേറെ പ്രശ്നമാണ്. അത് അങ്ങാടിയിൽ വൈകുന്നേരം സാധനം വാങ്ങാൻ പോയ ഒരാൾ ഉറുപ്പിയെ കടൽ വാങ്ങി തിന്നാൽ അതത്ര പ്രശ്നമല്ല. പക്ഷെ അതൊരു ഉസ്താദ്, ഒരു വലിയ വലിയൊരു മുദരിസൊക്കെ ആകുമ്പോൾ ആൾ എന്താ സത്യത്തിൽ ഹറാമുണ്ടോ? ഹറാമും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ഹയാഇനെതിരാണ്, ഒരു മുറുവത്തിന് കുറവാണ്. ഓരോന്നിനൊരു സ്വഭാവമല്ലേ. ഈ പുഴയിലും തോട്ടിലൊക്കെ കുളിക്കുന്നത്, നീന്താനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ കുളിച്ചിട്ട് അങ്ങനെ തന്നെ നിന്ന് തോത്താന്ന് പറഞ്ഞാൽ വല്ലാത്ത ഹയായിൻ്റെ കുറവാണ്. ചിലരുണ്ടാകും തോർത്തുന്നതിൻ്റെ ഉള്ളിൽ തന്നെ കഴിച്ചോളാന്നുള്ളത്, അത് തീരെ ഹയായിന് വല്ലാത്ത കുറവാണ്. അപ്പുറത്ത് സഹോദരന്മാരെങ്ങാനും കുളിക്കടവിൽ കുളിക്കുന്നുണ്ടെങ്കിൽ കാര്യം പറയും വേണ്ട, അത് വലിയ മോശം തന്നെയല്ലേ. അങ്ങനെ ഉണ്ടാകരുത്. വസ്ത്രം നല്ലോണം മറക്കണം, തുണിയൊക്കെ നല്ലോണം എടുക്കണം. ചിലർ തുണിയൊക്കെ എടുക്കും, കുപ്പായിടില്ല, കേടൊന്നുമില്ല. പക്ഷെ കുപ്പായിട്ടില്ലെങ്കിലും ആ പ്രത്യേകമായുള്ളൊരു ദ്വാരല്ലേ താഴോട്ട്, അത് കാണിക്കരുത്. ആ ഷറഫാക്കപ്പെട്ടത് മറക്കണം, മറക്കണ രൂപയിൽ തുണി എടുക്കണം. കാരണം അത് തുറന്നു കിടന്നാണ് ഹയായിൻ്റെ പറ്റ കുറവാണ്. അങ്ങനെ ഹയാ കുറയാൻ പാടില്ല. തുണിയൊക്കെ എടുത്തിട്ടുണ്ട് ആള്, പക്ഷെ മറ്റേത് ഓപ്പണാ. അത് ഓപ്പൺ ആകുമ്പോൾ ഒരു ഹയായിൻ്റെ കുറവാണ്. കുപ്പായിട്ടില്ല, കുപ്പായിട്ടില്ല വലിയ കുഴപ്പമൊന്നുമില്ല. കുപ്പായിട്ട് അത് പുറത്തേക്കൊന്നും ഇറങ്ങുമല്ലോ, വീട്ടിൻ്റെ ഉള്ളിലും പുറത്ത് മുറ്റത്തൊക്കെ അല്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുറത്തിറങ്ങുന്ന ആ രൂപത്തിലുള്ള സമയത്തും മറക്കേണ്ട ആ ഭാഗം മറക്കേണ്ടത് തന്നെയാണ്. ശീലിക്കുന്നുണ്ട് ശൈലി അങ്ങനെ തന്നെയാണ്. നമ്മളെ നാട്ടിലുള്ള ഹയായിൻ്റെ ഒരു കുറഞ്ഞ ശൈലിയാണ്. പുറത്തൊന്നും കാണൂല ഈ മടക്കി കുത്തു എന്ന് പറയും. നല്ല സുന്നത്തൊക്കെ എടുത്തിട്ടുണ്ടാകും, പക്ഷെ മടക്കി അങ്ങോട്ട് കുത്തിയിട്ട് അക്സാവായത്ത് വരെ എത്തിയിട്ടുണ്ടാകും ചിലപ്പോൾ. അത് അങ്ങേയറ്റോ അതൊരു ഹയായിൻ്റെ കുറവാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ മടക്കി കുത്താൻ വേണ്ടി തുണി അങ്ങനെ ഒന്നുകൂടി താഴ്ത്തി എടുക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ തുണി അങ്ങനെ താഴോട്ട് പോകുന്നുണ്ടാവും. കാരണം അത് കുത്തണമെങ്കിൽ കുറച്ച് തുണ വേണമല്ലോ. അപ്പം അതിനനുസരിച്ച് താഴോട്ട് ഇറക്കുമ്പോൾ നിരാണിക്ക് താഴെ പോയിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു കുത്താൻ പറ്റാത്ത നേരാണ്, അതുകൊണ്ട് താഴത്ത് ഇറക്കിട്ടതാ. പക്ഷെ അതങ്ങനെ അടിച്ചുകൊണ്ടുപോകുന്നുണ്ടാവും. മടക്കി കുത്തലൊരു കുറവുള്ള സംഗതി തന്നെയാണ്. സംഗതി മടക്കി കുത്താതിരിക്കാൻ നല്ലത്. പണിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനൊരു ഡ്രസ്സ് ഉണ്ടാകും. പഴയ കാലത്ത് കണ്ടില്ല നിങ്ങൾ, ഉപ്പാപ്പന്മാരൊക്കെ വലിയ പരിക്കമുണ്ട്, ആ പരിക്കമുണ്ട് മുട്ടൊക്കെ മറയും, അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു കള്ളിത്തുണി ഉണ്ടാകും, അത് മുട്ടൊക്കെ മറയുന്നതാണ്. മുട്ടുംകാലൊക്കെ മറിഞ്ഞ് അതുകൊണ്ട് പണിക്കളത്തിലുണ്ടാകും, പണിസ്ഥലത്ത്. അത് കഴിഞ്ഞാൽ അവർ നല്ല തുണി എടുത്തിട്ട് ഇതുകൊണ്ട് കുളത്തിലൊന്ന് ശരിക്കൊന്ന് വൃത്തിയാക്കിയിട്ട് അതുകൊണ്ടൊന്ന് കുളിച്ച് അതൊന്ന് വൃത്തിയാക്കി നല്ലോണം അലക്കി അതവിടെ ഇടും. അത് പണിക്കുള്ള വസ്ത്രമാണ്. അങ്ങനെ തന്നെ പണിക്കുള്ള നല്ല പാൻറ്റൊക്കെ ധരിച്ചാൽ മതിയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, തകരാറൊന്നുമില്ല. അന്യ ആളുകളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ, പണിയെടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മടക്കി കുത്താന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ദുസ്വഭാവമാണ്. കാരണം അവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകൂലേ, അതിനൊക്കെ നല്ല മറയുള്ള പാൻറ്റും മറ്റൊക്കെ ധരിക്കാൻ നല്ലത്, നല്ല ഏർപ്പാടാണ്. വേറൊരു ഹയാ ഇല്ലാത്തൊരു പണിയുണ്ട്, അതും കൂടി പറയട്ടെ കൂട്ടത്തിൽ, പറഞ്ഞതുകൊണ്ട്. എന്തിനാന്ന് അറിയുന്നത്, ഈ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം ചിലർ തന്നെ 1-2 കുട്ടികളായവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ അങ്ങാടിയിലും മറ്റൊക്കെ നടക്കുന്നുണ്ട്. ഈ പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ വിഭാഗത്തിൻ്റെ യൂണിഫോമായിരുന്നത്. ആ ഒരു ട്രൗസർ സംസ്കാരം അത് വളരെ ഹയാ കുറഞ്ഞ ഏർപ്പാടാണ്. വീട്ടിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ഉമ്മയും മക്കൾക്ക് അങ്ങനെ സമ്മതം കൊടുക്കരുത്.
ചെറിയ കുട്ടികളൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ ധരിക്കും. നന്ന ചെറുപ്പത്തിൽ ഒരു 3-4 വയസ്സ് അപ്പം തന്നെ കുട്ടികൾ പറയും, 5ആവുമ്പോൾ തന്നെ എനിക്ക് പാൻറ്റ് വേണം മറ്റേ വേണ്ടെന്നൊക്കെ പറയും, കുട്ടികൾ തന്നെ പറയും. അത് കഴിഞ്ഞിട്ടും 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ +2 പഠിക്കുന്ന കുട്ടികൾ അവർ വരാന്തയിലൊക്കെ ഇരിക്കുകയാണ്. ആരെങ്കിലും വരുമ്പോൾ ഒരാൾ വന്ന് നോക്കുമ്പോൾ ഈ കുട്ടീനെ കണ്ടിട്ട് ഇങ്ങോട്ടാ വന്നപ്പോൾ അസ്സലാമു അലൈക്കും, ഞാൻ പിന്നെ വരാം, തിരിച്ചു പോവാണ്. കാരണം ഈ നിക്കറിലാണ് ആ കുട്ടിയെ കാണുന്നത്. +2 പഠിക്കുന്ന ആ കുട്ടി ധരിച്ചിരിക്കുന്ന ഈ നിക്കറിലാണ്, ഈ ഒരു വേഷത്തിലാണ്, വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്ന ആ വേഷത്തിലാണ്. അത് വല്ലാത്തൊരു ബറക്കത്തിൻ്റെ കുറവാണ്, ഹയാവിൻ്റെ പറ്റക്കുറവാണ്. ആ ഒരു ശീലി സ്വീകരിക്കുന്നതിൽ മാറും. അത് നമ്മുടെ സ്വഭാവമല്ല, പാശ്ചാത്യ സ്വഭാവം കടമെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മക്കളിൽ ആ സ്വഭാവം പകർത്തി കൊടുക്കരുത്. രാത്രി കിടക്കുമ്പോഴാണെങ്കിലും അത്തരത്തിലൊരു നിക്കറിട്ടിട്ടല്ല കുട്ടികളെ കിടത്തേണ്ടത്. നല്ല പൂർണ്ണമായി ലൂസുള്ള, ഫിറ്റാകാതെ ലൂസുള്ള നല്ലൊരു പാൻറ്റ്, ആ പാൻറ്റ് ധരിപ്പിച്ചിട്ടാണ് കുട്ടികളെ കിടത്തേണ്ടത്. ഈ ചെറിയ നിക്കർ ഇട്ടിട്ടാണ് +2കാരൻ കിടക്കുന്നത്. രാവിലെ പിന്നെ അത് എണീറ്റിട്ടാണ് മുറ്റത്തേക്ക് പല്ല് തേക്കാൻ വരുന്നത് ഈ നിക്കർ ഇട്ടിട്ട്. അത് വലിയൊരു മോശമുള്ള സംഗതിയാണ്. അങ്ങനെ പുറത്തും അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, മുന്നിലും ബാക്കിലൊക്കെ. വളരെ ചീപ്പായ ഏർപ്പാടാണത്. ആ ഒരു സ്വഭാവം മുസ്ലിമിൻ്റെ സംസ്കാരത്തോട് യോജിച്ചതല്ല, വളരെ നാണം കുറഞ്ഞ സ്വഭാവമാണ്. അത് മാറ്റിയെടുക്കേണ്ട സ്വഭാവം തന്നെയാണ്. സഹോദരിമാരോട് പ്രത്യേകിച്ച് ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല പഠിപ്പിക്കുന്ന മറ്റൊരു ദുസ്വഭാവമുണ്ട് ഈ ആയത്തിൻ്റെ വാക്കിയിൽ തന്നെ. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനൻ ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ. ആരെങ്കിലും മർദ്ദിതനായി കൊല ചെയ്യപ്പെട്ടാൽ ഫഖദ് ജഅൽനാ ലിവലിയിഹി, അവന്റെ സംരക്ഷകന്, അവന്റെ ഉടമസ്ഥന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് സുൽത്താനൊരു അധികാരം. ഇസ്ലാമിക കോടതിയിൽ കൊലപാതകം നടത്തിയ ആളെ കിട്ടിയാൽ ശിക്ഷ കൊടുക്കാൻ ഉത്തരവുണ്ട്. ആ ശിക്ഷ നടപ്പിലാക്കാൻ അതിലേറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ആളാണ്, ആ വിഷയത്തിന് സമ്മതിക്കേണ്ട ആളാണ് മഖ്തൂലിന്റെ ആളുകൾ, കൊല ചെയ്യപ്പെട്ടു പോയ ആളുകളുടെ കുടുംബക്കാര്. അവരാണ് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കോടതി അവരെ വിളിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ അവർ വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലെങ്കിൽ ഈ മനുഷ്യനെ കൊലപാതകം ചെയ്യാൻ, കൊലക്ക് ശിക്ഷയായിട്ട് പകരം ശിക്ഷ കൊടുക്കാൻ കോടതി ഉത്തരവിടും. അല്ലെങ്കിൽ അയാൾക്ക് വിട്ടുവീഴ്ച നൽകപ്പെടും, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ദിയത്ത് സ്വീകരിക്കപ്പെടും, നഷ്ടപരിഹാരം സ്വീകരിക്കപ്പെടും. ഇവിടെ ഫലാ യുസ്രിഫ് ഫിൽ ഖത്ലി, അങ്ങനെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ കൊല്ലുന്നതിൽ തന്നെ അമിതം കാണിക്കരുത്. കൊല്ലുന്നതിൽ തന്നെ അമിതം കാണിക്കരുത്, ഇസ്രാഫ് കാണിക്കരുത്. അയാളെ കൊല്ലാൻ വിധിക്കപ്പെട്ടു, ഇനി അയാളെ കൊന്നിട്ട് അയാളെ ശരീരം മുഴുവനും നുറുനുറുങ്ങാക്കണം. സുബ്ഹാനല്ലാഹ്, പാടില്ല. ശിക്ഷ കിട്ടിയാൽ തന്നെ ആ ശിക്ഷയിൽ അമിതം ചെയ്യരുത്. കൊല്ലൽ ജായിസായ ചില വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളെ കൊല്ലുമ്പോൾ തന്നെ സഹോദരങ്ങളെ അതിനെ പഞ്ഞിയാക്കിയിട്ട് പഞ്ഞിയാക്കരുത്. ഉദാഹരണമായി പറയട്ടെ, ഒരു പല്ലിയെ കൊല്ലൽ സുന്നത്തല്ലേ, ആ പല്ലിയെ കൊന്നിട്ട് കുത്തി ചതക്കരുത്. അങ്ങനെയുള്ള ചില വസ്തുക്കളുണ്ട്, ചില സാധനങ്ങളുണ്ട്. ഇപ്പൊ കടിക്കുന്ന നായ, ആ നായനെ കൊല്ലാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. പലർക്കും അതുകൊണ്ട് ഇടങ്ങേറുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. കടിക്കുന്ന നായാണ്, വെറുതെ വാലാട്ടിപ്പോകുന്ന, നമ്മളെ കാണുമ്പോൾ ബഹുമാനത്തോടെ വാലൊന്ന് വടങ്ങി വെക്കുന്ന നായയല്ല, കടിക്കുന്ന നായയാണ്. ചിലത് കടിക്കൂല, കുരക്കുക മാത്രമേ ഉള്ളൂ. കടിക്കുന്ന നായക്ക് അതിനെ കൊല്ലൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതിനെ കൊന്നാലും അതിന്റെ കാല് തച്ചുടച്ച് പഞ്ഞിയാക്കരുത്. അതിന്റെ ശരീരം കീറിമുറിച്ച് ഇടങ്ങേറാക്കരുത്, വിഷമത്തിലാക്കരുത്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കൊല്ലാൻ ഉത്തരവിട്ടാലും അതിനെ കൊല്ലുന്നത് നല്ല രീതിയിലാകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളിലും അല്ലാഹു തആല നന്മ തീരുമാനിച്ചിട്ടുണ്ട്, ഗുണം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഫൈദാ ഖതൽതും, ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ കൊല്ലുകയാണോ, ഫഅഹ്സിനുൽ ഖിത്ല, കൊല്ലുന്നത് നന്നാക്കണം, നല്ല ശൈലിയിലാകണം, രൂപവൈകൃതം ചെയ്യരുത്, അതിനെ തുന്നം ഭിന്നമാക്കരുത്. വഇദാ ദബഹതും ഫഅഹ്സിനുൽ ദിബ്ഹ, ഒരു മൃഗത്തെ അറുക്കുകയാണെങ്കിലും അതിനൊരു നല്ല ശൈലിയുണ്ട്, നല്ല ശൈലിയിൽ അറുക്കണം. ബുദ്ധിമുട്ടാക്കുന്ന ശൈലിയിലാകരുത്, ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലാകരുത്. അതിനറുക്കൽ, അതിനും ഒരു സുഗമമായ ഒരു ശൈലിയുണ്ട്, ആ ശൈലിയിലെ അതിനറുക്കൽ
പിടിക്കാവൂ. അതുകൊണ്ടാണ് നല്ല മൂർച്ച കൂട്ടണമെന്ന് പറയുന്നത്, അതിന് വെള്ളം കൊടുക്കണമെന്ന് പറയുന്നത്, പിടിക്കുന്നതും കിടക്കുന്നതും പിടിക്കുന്നതും ഒക്കെ നല്ല രൂപത്തിലും ഭാവത്തിലുമാകണമെന്ന് പറയുന്നത്, കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്തണമെന്ന് പറയുന്നത്. ആ ജീവിയെ തന്നെ രണ്ട് കാലും കെട്ടിയിട്ടിട്ട് അതിൻ്റെ തലക്കൊരു അടി അടിച്ചാൽ അതുകൊണ്ടും അതിനെ കൊന്നുകളയാം. പക്ഷേ അങ്ങനെ പറ്റൂല. ആടിന്റെ തലക്ക് മർമ്മം നോക്കിയൊരടിച്ചാൽ, പോത്തിന്റെ തലക്ക് മർമ്മം നോക്കിയൊരടിച്ചാൽ അത് കാല് പടഞ്ഞവിടെ കിടക്കും, അതോടുകൂടെ അതിന്റെ പണി തീരും. അങ്ങനെ കൊല്ലാൻ പാടില്ല, അങ്ങനെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും പാടില്ല. അതൊരു അറവായിട്ട് സ്വീകരിക്കപ്പെടുകയുമില്ല. അറുക്കേണ്ട രൂപഭാവങ്ങളിൽ തന്നെ അതിനെ അറുക്കണം, അറവ് നന്നാക്കണം. ഒരാളെ കൊല്ലാൻ ഉത്തരവിട്ടാൽ കോടതി അയാളെ കൊന്നു എന്ന് കരുതുക. അയാളെ കോടതി ശിക്ഷിച്ചാൽ അയാളെ ഭൗതിക ശരീരം അവിടെ നിന്ന് ഇറക്കിയാൽ ഇയാൾക്കുള്ള ദേഷ്യം കൊണ്ട് ആ ശരീരത്തിൽ എറിഞ്ഞിട്ട് ചോര ഒലിപ്പിക്കാനോ ഏതെങ്കിലും ഭാഗങ്ങൾ പോയി മുറിച്ചെടുക്കാനോ മറ്റൊന്നും പറ്റൂല. ശിക്ഷ എങ്ങനെയാണോ വിധിച്ചത്, എങ്ങനെയാണോ അയാൾ ഇങ്ങോട്ട് ശിക്ഷിച്ചത്, പകരം അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ ശിക്ഷയും. ഇസ്ലാം പറയുന്ന ഖിസാസ് അങ്ങനെയാണ്. അതേ ആ ഖിസാസിനേക്കാളും അപ്പുറം അഫൂ കൊടുക്കാൻ കഴിയോ? ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, കൊല്ലുന്നത് കൊണ്ട് തീവ്രത കാണിക്കരുത് എന്ന ആയത്തിന് മഹാന്മാർ തഫ്സീർ ചെയ്തപ്പോ ഏറ്റവും നല്ല ശൈലി വിട്ടുവീഴ്ച ചെയ്യലാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾക്കും കൊല ചെയ്യപ്പെട്ടു പോയ ആൾക്കും അല്ലാഹ് വലിയ മാപ്പ് കൊടുക്കുന്നു. ഇന്നഹു കാന മൻസൂറാ, അല്ലാഹ് വലിയ സഹായം നൽകുന്നവനാണ്. ഇന്നഹു, ഈ കൊല ചെയ്യപ്പെട്ടു പോയ ആൾക്ക് പകരം വന്ന വലിയില്ലേ, ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളില്ലേ, കാന മൻസൂറാ, അയാൾ സഹായിക്കപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ എത്രയോ നല്ല മനുഷ്യന്മാര് എന്റെ മോനെ കൊന്നു, ശരിയാണ്, ഇനി അയാളെ കുടുംബവും അനാഥമാകണ്ട, ഞാനങ്ങ് വിട്ടുകൊടുക്കട്ടെ, ഞാനങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. ആ ഒരു വിട്ടുവീഴ്ചയുടെ ശൈലി ഖുർആൻ അതിനെ പറ്റി പറയുന്നത് അത് ഏറ്റവും നല്ല ശൈലിയാണെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ലാ, കൊലപാതകം നടത്തപ്പെടുന്നവരിൽ നിങ്ങൾക്ക് പ്രതികാരം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആയത്തിന്റെ അവസാനം അല്ലാഹു പഠിപ്പിക്കുന്നു, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. തിരിച്ചു കൊല്ലണ്ട, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. വിട്ടുവീഴ്ചയാണല്ലോ തഖ്വയുടെ ഏറ്റവും നല്ല മാർഗം. വഅൻ തഅഫു അഖ്റബു ലിത്തഖ്വാ. ഏതായാലും നമ്മളെ മോനെ കൊന്നില്ല, ഇനിയിപ്പോൾ അയാളെ കോടതി ശിക്ഷ കൊന്നിട്ട് അയാളെ കുടുംബം അനാഥാകല്ലേ, അല്ലാതെ വേറെന്താ കിട്ടാൻ പോകുന്നത്? വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലോ? വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അഖ്റബുൽ തഖ്വാ, അയാൾ തഖ്വയിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. അല്ലാഹു തആല അയാൾ ആ മനസ്സിന് കൂടുതൽ കൂടുതൽ ആത്മീയമായ പുരോഗതി നൽകുകയാണ്, അയാൾ അമലുകൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകുകയാണ്. അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. പുറത്തു കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ആഖിറത്തിലുണ്ടല്ലോ അങ്ങനെ മാപ്പ് കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നൊരു സ്വഭാവം, തീവ്രമായൊരു സ്വഭാവമായിരുന്നു പഴയ കാലത്തൊക്കെ. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരാളെ ഏതെങ്കിലും കുടുംബത്തിൽ ഒരാളെ കൊന്നാൽ പകരം ആ കുടുംബത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള ആളെ നോക്കിയിട്ട് മറ്റൊരു കൊല്ലും. അതതിന് പരിഹാരമല്ല. കൊന്ന ആളുകൾക്ക് ശിക്ഷ കൊടുക്കുന്നത് കൊലപാതകം നിർത്താനുള്ള പരിഹാരം തന്നെയാണ്. അങ്ങനെയല്ല അന്ന് കൊലപാതകങ്ങളൊക്കെ നിർത്തിയത്. തുടർന്നുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു പരിഹാരാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ്. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. മറ്റൊരുണ്ട് ഇറങ്ങട്ടെ ഒല കൊല്ലണം, ഇവലിങ്ങണ്ട് ഇറങ്ങട്ടെ ഒല കൊല്ലണം, ഈ ചിന്ത ആളുകൾക്ക് ഉണ്ടാകുക. അന്നത്തെ രൂപം അങ്ങനെ ആയിരുന്നു. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഏറ്റവും നല്ല ഗഡ്സുള്ള ആളാരാ നോക്കിയിട്ട് അവിടെ അങ്ങോട്ട് കൊല്ലും. അതാണ് അള്ളാഹുവിടെ പറഞ്ഞ ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, പകരം കൊല്ലുന്നതിൽ അമിതം കാണിക്കരുത്. ആരാണോ കാത്തില് അവനാണ് ശിക്ഷ കിട്ടേണ്ടത്. വേറൊരു നിരപരാധി ആ വിഷയത്തിൽ കൊല്ലരുത്. വേറൊരു ടീമിനുള്ള സ്വഭാവം എന്താണെന്നറിയോ? ഏതെങ്കിലും കുടുംബത്തിലെ ശ്രേഷ്ഠരായ ആളുകളെ ലക്ഷ്യം വെച്ചവർ പോയാൽ ഒരാളെ മാത്രമാക്കൂല, ഒരു കുടുംബത്തിലെ ഏകദേശം പകുതിയോളം ആളുകളെ കൊന്നു പ്രതികാരം തീർക്കുന്നൊരു സ്വഭാവം അന്നുണ്ടായിരുന്നു.
ഒരാളെ കൊന്നതിന് ഏകദേശം ഒരു 10-25 ആളുകളെ മൊത്തം കൊണ്ട് കൊല്ലുക. സുബ്ഹാനല്ലാഹ്, അത് പാടില്ല, അത് അനീതിയാണ്, അമിതമാണ്. ചെയ്യുന്നത് ശിക്ഷയാണെങ്കിലും ശിക്ഷയിലുമുണ്ടൊരു നീതി, അതിലും അമിതം പാടില്ല. ആ ഒരു കാര്യത്തിലും അമിതമാക്കാൻ പാടില്ല, ഇസ്രാഫ് പാടില്ല. നമ്മളോട് ഇവിടെയും കൽപ്പിക്കുന്നത് ഇസ്രാഫിന്റെ വിഷയമാണ്. ശിക്ഷ പകരം കൊടുക്കുന്നിടത്ത് വരെ ഇസ്രാഫ് പാടില്ല. നിന്നെ ഒരാൾ അടിച്ചു, ഒരടിയാണ് അടിച്ചത്. എങ്ങോട്ടാ അടിച്ചത്? നിന്റെ മുഖത്തേക്ക് നോക്കി ഒരു അടി അടിച്ചു. ഇസ്ലാം അതിന് പകരം നിനക്ക് അവകാശം തരുന്നുണ്ട്. ജായിസായ അവസ്ഥയുണ്ട്, പകരം നീ ഒരു അടിയടിക്കാം. 2 എണ്ണം പറ്റുമോ? 2 എണ്ണം പറ്റൂല. അപ്പുറത്തും ഇപ്പുറത്തുള്ള കവളിന് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റൂല. അത് അമിതമായി പോയി. ഒരാൾ നിന്നെ ചീത്ത വിളിച്ചാൽ ഖിസാസ് എന്ന നിലക്ക് ജായിസാണ്, സുന്നത്തല്ല. നീ അങ്ങോട്ട് ചീത്ത വിളിച്ചോ, പകരം അയാളെ ചീത്തക്ക് പകരം തുരുതുരാ ചീത്ത പറ്റൂല. അയാള് നിന്നെ പറഞ്ഞ ചീത്തക്ക് പകരം അയാളെ വാപ്പാനെ പറയാൻ പറ്റൂല, ഉമ്മാനെ പറയാൻ പറ്റൂല. അതൊക്കെ അമിതമായി പോയി. അമിതമായ രൂപം സ്വീകരിക്കരുത്. പാകത്തിലേ എവിടെ പറ്റുകയുള്ളൂ. അതെ, അന്നത്തെ കാലത്ത് ഏതെങ്കിലും കുടുംബത്തിലെ നല്ല അന്തസ്സുള്ള കുടുംബത്തിലൊരാളെയാണ് കൊന്നതെങ്കിൽ കൊല നടത്തിയ ആളെ കൊണ്ടുപോയിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും മുറിച്ച് കഷ്ണം കഷ്ണമാക്കി ആ കുടുംബത്തിന്റെ തറവാട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിടുന്ന സ്വഭാവം ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ നിർത്തലാക്കിയതാണ് ഈ ഒരു വാക്കിലൂടെ. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, പകരം നടത്തുന്ന കൊലപാതകത്തിൽ തീവ്രമായ ഒരു സ്വഭാവമോ അമിതമായ ഒരു ശൈലിയോ സ്വീകരിച്ചുകൂടാ. വിട്ടുവീഴ്ച കൊടുക്കലും പകരം നഷ്ടപരിഹാരം കൊടുക്കലും അതാണ് ഏറ്റവും നല്ലത്. മനുഷ്യന്മാരില് ഏറ്റവും വെറുപ്പുള്ള ആള് ജനങ്ങളെ ഏറ്റവും വെറുപ്പിച്ചവര് ഈമാനുള്ള മുഅ്മിനീങ്ങളെ കൊന്നൊടുക്കിയവരാണ്. മുഅ്മിനീങ്ങളോട് വല്ലാത്ത ദേഷ്യം, ഈമാനുള്ളവരോട് വല്ലാത്ത ദേഷ്യം. എന്തിന്? അവരെ ഈമാനിന്റെ നിഷ്ഠയുടെ പേരിൽ, അവരെ കടകളഞ്ഞ ആദർശത്തിന്റെ പേരിൽ അവരെ കൊല്ലാകൊല നടത്തുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ള ആളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ കരുതിക്കൂട്ടി യാതൊരു കാരണവുമില്ലാതെ മുഅ്മിനായ മനുഷ്യനെ ബോധപൂർവം കൊന്നാൽ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫിഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ നളീമാ. ഒരു മുഅ്മിനിനെ ബോധപൂർവം കൊന്നാൽ അതിനുള്ള ജസാ ജഹന്നമാണ്. ഖാലിദൻ ഫീഹാ, അതിൽ കാലകാലം താമസിക്കേണ്ടി വരും. ആ കൊന്നവൻ പിന്നെയും ന്യായീകരിക്കുകയാണ്. കൊന്നത് പ്രശ്നമല്ല അവന്റെ അടുത്ത്, എന്നോ കൊന്നുപോകേണ്ടതാണ് അവന്റെ കാഴ്ചപ്പാട്. അബദ്ധം സംഭവിച്ചതല്ല, മുതഅമ്മിദൻ, മനഃപൂർവമാണ്, കരുതിക്കൂട്ടി പ്ലാനൊക്കെ ചെയ്തിട്ടാണ്. അവന് ജഹന്നമാണ് പകരം. വഗളിബല്ലാഹു അലൈഹി, അവന് അല്ലാഹുവിന്റെ ഗളബുണ്ട്. വലഅനഹു, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. വഅദ്ദ ലഹു അദാബൻ നളീമാ, വലിയ ശിക്ഷയാണ് അല്ലാഹു തആല അവന് ഒരുക്കി വെച്ചിരിക്കുന്നത്, ചെറിയ ശിക്ഷയല്ല. ദുനിയാവിലെ മൊത്തം കാര്യങ്ങൾ എടുത്തു നീക്കുന്നത്, ദുനിയാവിന്റെ മൊത്തം സമ്പൽ സമൃദ്ധി മൊത്തം എടുത്തു നീക്കുന്നത് അഹ്വനു അലല്ലാഹി മിൻ ദമി സഫകിൻ ബിഗൈരി ഹഖിൻ, ഒരു മനുഷ്യന്റെ രക്തം ചീറ്റുന്നതിനേക്കാളും നിസ്സാരമാണ്. ഈ ദുനിയാവ് എത്ര വലുപ്പണ്ട്, ഇത് മൊത്തം എടുത്തു നീക്കുക എന്നുള്ളതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ രക്തം ചീറ്റുന്നതിനേക്കാളും നിസ്സാരമായ വിഷയം. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യന്റെ രക്തം ചീറ്റാൻ, പകരം കൊടുക്കാൻ ഇസ്ലാം വിധിച്ചാൽ തന്നെ തീവ്രമായൊരു സ്വഭാവവും സ്വീകരിക്കരുത്. കൂട്ടത്തിലൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് പ്രതിയായിട്ട് ഒരാളെ കിട്ടിയാൽ, ഉദാഹരണമായി പറയട്ടെ, ഒരു കള്ളനെ കിട്ടിയാൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരാളെ കിട്ടിയാൽ, നമ്മൾ മുഴുവനും അടിപടിക്കേണ്ടതും ഇടിപടിക്കേണ്ടതും മുഴുവൻ പ്രഹരങ്ങൾ നൽകേണ്ടതും അയാളുടെ ശരീരത്തിൽ നമുക്ക് എന്ത് അവകാശമുണ്ട്? നമ്മൾ ഓരോരുത്തർക്കും എന്ത് അവകാശമുണ്ട്? ഒരു നാട്ടിൽ അങ്ങനെ ഒരാളെ പിടിച്ച് എല്ലാവരും കൂടി അങ്ങോട്ട് തച്ചാ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അതിന് പറ്റുന്ന ആളുകളെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. അതിന് നമ്മളെ ഞാൻ എന്താ അറിയോ, അത് ഒരു സോൾവാക്കി കൊടുക്കാനുള്ളതൊക്കെ ഇവിടുന്ന് കൊടുക്കാന്ന്.
നമ്മൾ അങ്ങനെ വിചാരിച്ച് ഭാവിച്ചങ്ങ് കൊടുത്താൽ മതി, നമുക്ക് കുറ്റമൊന്നുമില്ല. അവിടെ പോയി എത്തി നോക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അവർ ചെയ്തോളൂന്നുള്ള വിശ്വാസമല്ലേ നമുക്കുള്ളൂ. ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കടമേൽപ്പിച്ചില്ല. പക്ഷേ പകരം എന്ത് ചെയ്യും? ഏകദേശമൊക്കെ ഒരു 3/4 ഭാഗത്തുള്ള ജീവൻ കൊടുത്ത് പകുതിയൊക്കെ കളഞ്ഞ് ഒരു 1/4 ഭാഗ ജീവിതം ബാക്കിയുണ്ടാവും, നടക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല. എന്നിട്ട് ബാക്കിയുള്ളവർ കൊണ്ടുപോകാൻ പറയും. അത് ക്രൂരതയാണ്, ചെയ്യാൻ പാടില്ല. നിങ്ങളെ മുന്നിൽ പലപ്പോഴും ഫിത്ന ഉണ്ടാക്കുന്ന ഒരു എലി, ആ എലിയാണ് മുന്നിൽ ചത്ത് കിടക്കുന്നതെങ്കിലും ആ എലിയോടുള്ള ദേഷ്യം കാരണം അതിൻ്റെ ശരീരം എങ്ങനെ അറുത്ത് ചീന്തി മറിച്ച് പൊളിച്ച് അത് പാടില്ല. അതിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു കുടി കുഴിച്ചിട്ട് നല്ലോണം ആയത്തിൽ അങ്ങോട്ട് തള്ളണം. എന്നാ പിന്നെ മറ്റു ദുർഗന്ധവാസനകളോ വേറെ ഏതെങ്കിലും ദുരന്തങ്ങളോ ഇടങ്ങേറൊന്നും ഉണ്ടാകൂല. അങ്ങനെയാണ് അതിൻ്റെ ശൈലി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷ നടത്തിയ ആളുകളെ ഒരിക്കലും രൂപവൈകൃതം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരാളെ, ഒരു ശത്രുവിനെ പ്രതിരോധം എന്ന നിലക്ക് ചെറുത്ത് തോൽപ്പിച്ചാലും അയാൾ ആ ശരീരം എന്ന അർത്ഥത്തിൽ അതിന് ബഹുമാനമുണ്ട്. അതിനെ കേടുവരുത്തി അറുത്തു മുറിച്ച് ഛിന്ന ഭിന്നമാക്കാൻ പാടില്ല. തങ്ങൾക്ക് ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണല്ലോ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്. ആ ഒരു സുന്ദരമായ രൂപത്തെ വികൃതമാക്കി ചിത്രീകരിച്ചു. കരളടക്കം പറിച്ചെടുത്ത് അതിങ്ങനെ ചവച്ചു തുപ്പിയപ്പോ ഒരു ചെറിയ രക്തം പോലും തായോട്ടിറക്കാത്തത് കൊണ്ട് ആ സഹോദരിക്കും വിശുദ്ധ ഇസ്ലാമിലേക്ക് വഴി കിട്ടി. ഒരു തുള്ളി രക്തം തായോട്ടിറക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലേക്കുള്ള വിശാലമായ മനസ്സ് കിട്ടൂല. കാരണം ആ രക്തത്തിന് അത്രമാത്രം പവറുണ്ട്. ഹംസ റളിയല്ലാഹുവിൻ്റെ രക്തമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീർ പൊഴിച്ച നേരമാണ്. എന്താണ് ആ ശരീരത്തെ കാട്ടിയിരിക്കുന്നത്? തങ്ങൾ ഏറ്റവും വലിയ നിർദ്ദേശമാണ്, ശത്രുക്കൾ മുന്നിൽ വന്നാലും അവരെ നിങ്ങൾക്ക് കീഴ്പ്പെട്ട് കിട്ടിയാലും ഒരിക്കലും ക്രൂരത ചെയ്യരുത്. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടിച്ച രംഗമുണ്ട്. ഒരു ഭാഗത്തേക്ക് ഞങ്ങളെ നബി തങ്ങൾ വിട്ടു ശത്രുക്കളെ ചെറുക്കാൻ. എൻ്റെ മുന്നിൽ വന്ന ആള്, ഞാനങ്ങ് മുന്നിലെത്തിയപ്പോൾ സ്പോട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞപ്പോൾ ഈ ഒരു വിഷയം ചെറുക്കാനായിരിക്കും അയാൾ പറഞ്ഞതെന്ന് കരുതിയിട്ട് വെട്ടി. ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഉസാമാ, എങ്ങനെയുണ്ടാകും നാളെ ആഖിറത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ നിനക്കെതിരെ വന്നാൽ എങ്ങനെയുണ്ടാകും ഉസാമാ? നബിയെ, അയാളൊരു കാവലിന് പറഞ്ഞതല്ലേ. ഉസാമ റളിയല്ലാഹു അൻഹു തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കരുത്. അവരെ ഇജ്തിഹാദ് അനുസരിച്ചാണ് അവർ ചെയ്തത്. തെറ്റുകാരായവരെ മനസ്സിലാക്കാൻ പാടില്ല. സ്വഹാബത്തിന് അല്ലാഹു നൽകിയ വലിയൊരു കഴിവാണല്ലോ ഇജ്തിഹാദ്. തീവ്രമായ ഇൽമിൻ്റെ ഒരു അങ്ങേയറ്റമാണത്. അത് ഉൾക്കൊണ്ടിട്ടാണ് അവരിങ്ങനെ ചെയ്തത്. പക്ഷേ തങ്ങളുടെ ചോദ്യം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു ഗൗരവമാണ് അറിയിക്കുന്നത്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ലേ ഉസാമ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലേ ഉസാമ? ഇതാവർത്തിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, അന്നത്തെ ദിവസവും കഴിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നാൽ മതിയായിരുന്നു. അത്ര ഗൗരവമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല നടത്തുന്നത് സഹോദരങ്ങളെ എളുപ്പമല്ല. രക്ഷപ്പെടാനൊക്കൂല. അതിലേക്ക് ഏതെങ്കിലും തീവ്രമായ രൂപത്തില് അതേ ദേഷ്യം കൂടി വരുമ്പോ ജേട്ടനും അനുജനും തമ്മിൽ കൊലപാതകം നടത്തുന്നത് എന്തിനാണ്? സ്വത്തിന്റെ പേരിലാണ്. ബാപ്പ രണ്ടാമതൊരു കല്യാണം കഴിച്ചതിന്റെ പേരിലല്ലേ ബാപ്പാനെ നുറുനുറുങ്ങാക്കിയത് മക്കള്? സംഭവങ്ങൾ മറന്നുപോയോ? എന്തെല്ലാം ഒരു കുടുംബത്തെ മുഴുവനും ചെത്തിയെറിഞ്ഞത് ആ കുടുംബക്കാരെ കയ്യിലുള്ള 10-40 ഏക്കർ ഭൂമിക്ക് വേണ്ടിയല്ലേ? എന്തെല്ലാം സംഭവങ്ങളാ നടക്കുന്നത്? മിക്കതും ദുനിയാവിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. തീവ്രമായി വരുന്ന ഗളബ് ചെറുത്തുനിന്ന് തോൽപ്പിക്കണം. പിശാചത് വികസിപ്പിക്കുന്നത് നിയന്ത്രിക്കണം. മൂന്നാമത്തെ ഒരു ഹിർസിന്റെ സ്വഭാവം കൂടി അല്ലാഹു പറയുന്നുണ്ട്. വലാ തഖറബൂ മാ
മാലൽ യതീമി ഇല്ലാ ബില്ലതീ ഹിയ ഹസനു ഹത്താ യബ്ലുഗ അശുദ്ദാ. നല്ലോണം സൂക്ഷ്മത പാലിക്കണം. നേരത്തെ പറഞ്ഞ അതേ ഒരു ഭാഷയാണ് വലാ തഖ്റബൂ, നിങ്ങൾ അടുക്കരുത് മാലൽ യതീം, അനാഥയുടെ സ്വത്തിനോട് അടുക്കരുത്. ഇല്ലാ ബില്ലതീ ഹിയ അഹ്സനു, നല്ല മാർഗത്തിലല്ലാതെ അടുക്കരുത്. ആ സ്വത്തിന്റെ സംരക്ഷണം നല്ല മാർഗമാണ്, അതിന്റെ പുരോഗതി, അതിന്റെ വളർച്ച നല്ല മാർഗമാണ്, അതെടുത്ത് വീണ്ടും വികസിപ്പിക്കുന്ന നല്ല മാർഗമാണ്. ഈ മക്കൾ വളർന്നു വന്നാൽ അവർക്ക് ആ സ്വത്ത് കിട്ടണം. അതിനല്ലേ ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാം വലിയൊരു മതില് നിർമ്മിച്ച് ഭാവിയിൽ യതീമിന്റെ പ്രായം കഴിഞ്ഞ് മക്കൾ പക്വതയിലെത്തി വളർന്നു വരുമ്പോ ബാപ്പ അടിയിൽ കുഴിച്ചിട്ട നിധിയുണ്ട്, ആ നിധി ഭാവിയിൽ അവർക്ക് കിട്ടണം. അതിനാണല്ലോ ആ യതീമിന്റെ സ്വത്ത് സംരക്ഷിച്ചത്, യതീം കുട്ടികളുടെ സ്വത്ത് സംരക്ഷിച്ചത്. അതുപോലെ സംരക്ഷിച്ച് വികസിപ്പിച്ച് പുരോഗതിപ്പെടുത്തി വളർത്താം. പക്ഷേ ആ അനാഥകളുടെ സ്വത്ത് അവിഹിതമായി കൈക്കലാക്കി പോകരുത്. ഹത്താ യബ്ലുഗ അശുദ്ദാ, അവര് നല്ല പക്വത തികയുന്ന പ്രായമെത്തുന്നത് വരെ. ചിലര് പറഞ്ഞു 18 വയസ്സാണ് എന്ന്, ചിലര് പറഞ്ഞു 15 വയസ്സാണ് എന്ന്. ഏതായാലും ആ ഒരു സമയമാകുമ്പോൾ ഒരു പക്വത എത്തുമല്ലോ. സാമ്പത്തികമായ സ്രോതസ്സും മറ്റൊക്കെ സമ്പാദിക്കുന്നതിൽ നല്ല ബുദ്ധി വികസിക്കുകയും ആരോഗ്യമുള്ളവരും ചിന്തയൊക്കെ വരുമല്ലോ. ആ ടൈം വരെ അവരെ സ്വത്ത് നന്നായി സംരക്ഷിക്കണം. അതിൽ നിന്ന് ഒന്നും അവിഹിതമായി എടുക്കരുത്. സുബ്ഹാനല്ലാഹ്, യതീമിന്റെ സ്വത്ത് അവിഹിതമായി ഏതെങ്കിലും രൂപത്തിൽ കൈക്കലാക്കുന്നത് വല്ലാതെ കരുതേണ്ട വിഷയമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇസ്രാഇന്റെ യാത്രയിൽ ഒരു വിഭാഗത്തെ എനിക്ക് കാണിക്കപ്പെട്ടു. അവർക്ക് ഒട്ടകത്തിന്റെ ചുണ്ട് പോലെ നല്ല വിശാലമാർന്ന പരന്നു കിടക്കുന്ന ചുണ്ടുകളുണ്ട്. അവരെ ചുണ്ടിങ്ങനെ വികസിച്ച്, തൊള്ളങ്ങനെ വികസിച്ച്, ആ തൊള്ളയിലേക്ക് വലിയ വലിയ പാറക്കല്ലുകൾ മറ്റൊരാൾ എറിഞ്ഞു കൊടുക്കുന്നു. അത് സാധാ കല്ലല്ല, സ്വഹ്റം മിന്നാർ, കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ കല്ലുകളാണ്. കല്ലെറിഞ്ഞു കൊടുക്കുന്നു. തഖ്റുജു മിൻ അസാഫിലിഹിം, തൊള്ളയിലൂടെ വിഴുങ്ങുന്ന കല്ല് പിൻഭാഗങ്ങളിലൂടെ പുറത്തു വരുന്നു. അതിസാഹസികമായ അവസ്ഥ നേരിടുന്ന ഈ വിഭാഗം ആരാണെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ഹുമുല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ളുൽമാ, അക്രമപരമായി അവിഹിതമായി യതീമുകളുടെ സ്വത്ത് ഭക്ഷിക്കുന്നവരാണ്. അത് കൈക്കലാക്കി അതിന്റെ രൂപരേഖകളൊക്കെ ഉണ്ടാക്കി. ജേട്ടനങ്ങ് പോയപ്പോ പിന്നെ കാര്യസ്ഥനായി അനിയൻ വന്നു. ബാപ്പയങ്ങ് പോയപ്പോ മൂത്താൾ കൈകാര്യം ചെയ്തു. ബാക്കിയുള്ള മക്കളൊക്കെ ചെറിയ മക്കളായിരുന്നു. 8ഉം 8ഉം ഒക്കെ വെച്ച് അവര് വളർന്നു വരുമ്പോ അവർക്കൊരു വിഹിതം കൊടുത്തു. ബാപ്പാന സ്വത്തിന്റെ വിഹിതമായി കിട്ടുന്നതിൽ 3/4% ഇയാൾ കൈക്കലാക്കി. അന്നത്തെ അനാഥയുടെ സ്വത്തുകളടക്കം ഇയാൾ കൈവശപ്പെടുത്തിയിട്ട് സ്വന്തത്തിലാക്കി. നിങ്ങൾക്ക് ബാപ്പാക്ക് വേണ്ടി ഞാൻ നോക്കിയതിനാണ് ആ സ്വത്തൊക്കെ എനിക്ക്, ഈ കാണുന്നത് മൊത്തം നിങ്ങൾ എടുത്തോളൂ. ഇതെന്ന് കൈക്കലാക്കി എന്നറിയോ? യതീമുകളായവർ നടക്കുന്ന കാലത്താണ് കൈക്കലാക്കിയത്. അവർക്ക് കൂടി അവകാശപ്പെട്ട സ്വത്താണ്. അക്രമപരമായി അവിഹിതപരമായി സ്വന്തം മേൽ വിലാസത്തിൽ എഴുതി പിടിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, കടുത്ത ശിക്ഷയാണതിന്. ആഖിറത്തിൽ കടുത്ത ശിക്ഷയാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെയും ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നല്ലോണം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അവരെ സ്വത്ത് വികസിപ്പിക്കാം. ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ജീവിതത്തിനും വകുപ്പൊന്നുമില്ലെങ്കിൽ പാകത്തിന് ആവശ്യത്തിന് മാത്രം അതിൽ നിന്നെടുക്കാം, നിങ്ങളെ ചെലവ് കഴിയാനും മറ്റും. പക്ഷേ അവർ പക്വതയുള്ളവരായി എത്തിക്കഴിഞ്ഞാൽ അവരെ സ്വത്ത് അവരിലേക്ക് ഏൽപ്പിക്കണം. വകഫാ ബില്ലാഹി ഹസീബാ, ആ വിഷയത്തിൽ വിചാരണ ചെയ്യുന്നവൻ അല്ലാഹുവാൻ. അല്ലാഹു ശരിക്ക് വിചാരണ ചെയ്യും. അതുകൊണ്ടല്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിൽ യതീമുകളുടെ സ്വത്ത് കൈക്കലാക്കി ആളുകളോട് പ്രതിരോധം തീർത്തു. അതെന്തായിരുന്നു? അന്നത്തെ കാലത്ത് ജേട്ടനങ്ങ് മരിക്കുമ്പോൾ അനുജൻ ജേട്ടന്റെ ഭാര്യയുടെയും മറ്റുമൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന സ്വത്തൊക്കെ കൈക്കലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചില്ലർ അവർക്ക് ഇങ്ങനെ നൽകും. അവരൊന്ന് വളർന്ന് വലുതാകുമ്പോ ഇനി നിങ്ങളങ്ങ് അധ്വാനിച്ചുണ്ടാക്കിക്കോളൂ, അതൊക്കെ എനിക്ക് എൻ്റെ ജേട്ടൻ തന്നതാണെന്ന് പറയും. ഈ ന്യായങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ തിരുത്തിയിട്ട് യതീമിന്റെ സ്വത്ത് യതീമിന് കൊടുക്കണമെന്ന് അന്നുള്ള ആളുകളോട് കൽപ്പിക്കുകയും കൊടുക്കാത്തവരിൽ നിന്ന് ചോദിച്ച് തങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് ചെറിയൊരു സ്വത്തല്ല, യതീമിന്റെ സ്വത്തിന് വലിയ ബഹുമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനാഥരുടെ സ്വത്ത് അവിഹിതമായി കൈകാര്യം ചെയ്താൽ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ, ഇവിടെ തിന്നുന്നത് തന്നെ തീയാണ്, ദഹിക്കൂല, കാര്യമായി ഫലം കിട്ടൂല. വസയസ്ലൗന സഈറാ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവർ പ്രവേശിക്കുകയും ചെയ്യും. അതേ സമയത്തൊരു യതീമിനെ നീ പോറ്റി വളർത്തിയാൽ, സംരക്ഷണം കൊടുത്താൽ നിനക്ക് വലിയ സ്വർഗമാണ്. കണ്ടില്ലേ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത്, അലവിയാക്കളിൽപ്പെട്ട ഒരു പാവപ്പെട്ട സഹോദരി, അലവിയാക്കളിൽ നല്ലൊരു സമ്പന്നനായ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറെ പെൺമക്കളുണ്ട്. ഇടക്കാലത്ത് അയാളങ്ങ് മരണപ്പെട്ടപ്പോ ഈ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം വന്നു. അവരെയും കൊണ്ട് അവരെ ഉമ്മ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി. കാരണം ഇവർ ഉയർന്ന കുടുംബമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ താവടിയാണ്, അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളാണ്. അവർ മറ്റൊരു നാട്ടിൽ പോയി ഒരു പള്ളി അഭയമാക്കി അവിടെ താമസിച്ചു. ഒരുമ്മയും ബാക്കിയുള്ളതൊക്കെ യതീമുകളായ പെൺകുട്ടികളുമാണ്. ആ ഉമ്മ ആ നാട് വിട്ട് ആ പള്ളി വിട്ട് പുറത്തിറങ്ങി, പള്ളിയുടെ പരിസരം വിട്ടിറങ്ങി നാട്ടിലുള്ള ആളുകളെ സമീപിച്ചു. നാട്ടിൽ വലിയൊരു മുസ്ലിം പ്രമാണിയുണ്ട്. അയാൾ അടുത്തു പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുടുംബമാണ്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, നല്ല സമ്പന്നനായിരുന്നു. പക്ഷേ ജീവിക്കാനുള്ള സ്വത്തൊക്കെ തീർന്നു പോയപ്പോൾ നാട് വിട്ട് ഞങ്ങൾ വന്നതാണ്. ശത്രുക്കൾ ഞങ്ങളെ കണ്ട് സന്തോഷിക്കും എന്ന പേടിയിൽ വന്നതാണ്. ദ്വാർക്കുമ്പോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, പറ്റേ മാനക്കേടിലായിട്ട് ശത്രുക്കൾ അത് കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ നീ തരല്ലേ അല്ലാ എന്നൊരു ചോദ്യം ചോദിക്കാറില്ലേ? ഞങ്ങളെ നാട്ടിലെ ശത്രുക്കൾ കണ്ട് സന്തോഷിക്കുമെന്ന് കരുതി നാട് വിട്ടു പോന്നതാണ്. ഈ മുസ്ലിം പ്രമാണി പറഞ്ഞു, നീ അങ്ങനെ ഒരു തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവാ. സാമ്പത്തികമായി വല്ലാതെ വിഷമിക്കുന്ന പെണ്ണിനോടാ പറഞ്ഞ് തെളിവ് കൊണ്ടുവാ. ആ പെണ്ണ് പറഞ്ഞു, അന ഗരീബത്തുൻ, ഞാനൊരു വിദേശത്തുള്ള പെണ്ണല്ലേ, മറുനാട്ടുകാരിയായ പെണ്ണല്ലേ, എനിക്ക് നിങ്ങളോട് ഈ വിഷയം പറയാനേ കഴിയുള്ളൂ, എന്നാ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഒന്നും കൊടുത്തില്ല. പിന്നെ ആ നാട്ടിൽ നല്ലൊരു സമ്പന്നനായ മജൂസിയുണ്ട്. അയാൾ മുസ്ലിം അല്ല, തീനെ ആരാധിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ അംഗീകരിച്ചു. തൻ്റെ ഭാര്യമാരിൽ ഒരു ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പെണ്ണിനും ഈ പെണ്ണിന്റെ മക്കൾക്കും വീട്ടിന്റെ ഒരു ഭാഗത്ത് മുറി കൊടുക്കൂ, വേണ്ട ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും ഒക്കെ കൊടുക്കൂ, എന്തെല്ലാം സൗകര്യം വേണോ ഒക്കെ കൊടുക്കൂ. ഫലമ്മാ മളാ നിസ്ഫുൽ ലൈൽ, രാത്രി അർദ്ധരാത്രി അങ്ങ് കഴിഞ്ഞപ്പോ റആ ദാലിക്കൽ മുസ്ലിമു അൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിച്ചതായി ആ മുസ്ലിം പ്രമാണി കാണുന്നു. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅഖൂദുൻ അലാ റഅസിഹി ലിവാഉൽ ഹംദ്, ലിവാഉൽ ഹംദ് എന്ന കൊടിയും പിടിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത് കാണുന്നു. വഇൻദഹു ഖസ്റുൻ നളീം, തങ്ങളെ പരിസരത്ത് വലിയൊരു കൊട്ടാരമുണ്ട്. ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ കൊട്ടാരന്മാർക്കുള്ളതാണ്? ഇതൊരു മുസ്ലിമായ മനുഷ്യനുള്ളതാണ്. ഉടനെ തന്നെ മുസ്ലിം പ്രമാണി പറഞ്ഞു, അന മുസ്ലിമുൻ മുവഹിദുൻ, ഞാൻ മുസ്ലിമാണ്, മുവഹിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖിം മിൻദിൽ ബയ്യിനാ, മുസ്ലിമാണോ തെളിവുങ്ങ് തരൂ. നീ ഒരു മുസ്ലിമാണെന്നതിന് തെളിവുണ്ടോ? മുവഹിദാണെന്നതിന് തെളിവുണ്ടോ? തെളിവ് കൊണ്ടുവാ. ആ വാക്ക് കേട്ടിട്ട് ആ മനുഷ്യൻ പരിഭ്രമിച്ചു. പകല് സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ പെണ്ണിനോട് കുടുംബ പരമ്പരയുടെ തെളിവ് ചോദിച്ചില്ലേ? ആ തെളിവിന് പകരമാണൊരു ചോദ്യം, മുസ്ലിമാണോ തെളിവ് കൊണ്ടുവാ. പരിഭ്രമിച്ചു പോയി. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇങ്ങനൊരു പെണ്ണ് വന്ന് ചോദിച്ചല്ലോ, ആ പെണ്ണിനോട് ഞാൻ ഇങ്ങനെ മറുപടിയാണല്ലോ പറഞ്ഞത്. ഞെട്ടി ഉണർന്ന ആ പെണ്ണ് എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോ മജൂസിയായ പ്രമാണിയുടെ വീട്ടിലുണ്ടെന്ന് വിവരം കിട്ടി. അവിടെ എത്തി ആ പെണ്ണിനെയും കുട്ടികളെയും തിരിച്ചു ചോദിച്ചു. അവരെ തരില്ല എന്ന് മജൂസി പറഞ്ഞു. അവരെ നിനക്ക് വിട്ടു തരില്ല. 1000 ദീനാർ തരാം, അവരെ തരുമോ? 1000 അല്ല, 10,000
10,000 തന്നാലും 10 ലക്ഷം തന്നാലും 10 കോടി തന്നാലും നിന്റെ മുഴുവൻ സ്വത്ത് തന്നാലും ഞാനത് തരൂല. നീ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടൊരു കൊട്ടാരമില്ലേ? മജൂസി പറയാണ്, സ്വപ്നത്തിൽ നീ ഇന്നലെ കണ്ടൊരു കൊട്ടാരമില്ലേ, അതെനിക്ക് വേണ്ടി പടക്കപ്പെട്ടതാ. മുസ്ലിം പ്രമാണി പറഞ്ഞു, തഫ്ഖറു അലയ്യ ബിഇസ്ലാമിക. അദ്ദേഹം ചോദിക്കാണ്, തിരിച്ച് മജൂസി ചോദിക്കാണ്, നീ ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്നോട് പവർ കാണിക്കാണോ? ഇന്നലെ രാത്രി ദർശനം എനിക്കും കിട്ടിയിട്ടുണ്ട്. ആ ഉടനെ തന്നെ ഞാനും എൻ്റെ കുടുംബം മൊത്തവും മുസ്ലിങ്ങളായിട്ടുണ്ടേ. ഈ പെണ്ണിന്റെ കൈപിടിച്ച് ഞങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. നിന്റെ അതേ സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ട്. വഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അൽ അലവിയ്യത്തു വ ബനാതുഹാ ഇൻദകാ. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഉമ്മയും പെൺമക്കളും നിന്റെ അടുക്കലുണ്ടല്ലോ. അതേ നബിയെ, എൻ്റെ അടുക്കലുണ്ട്. അൽ ഖസുറു ലക വലി അഹ്ലി ദാരിക. കൊട്ടാരം നിനക്കും നിന്റെ കുടുംബത്തിനുമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രമാണി. നീ അങ്ങ് തിരിച്ചു പോയിക്കോ. ടെൻഷനോടെ ദുഃഖം താങ്ങാൻ കഴിയാതെ മുസ്ലിം പ്രമാണി വന്ന വഴിക്ക് മടങ്ങി. ആ പാവപ്പെട്ട മക്കളെ സംരക്ഷിച്ചതുകൊണ്ട് അള്ളവർക്ക് ഹിദായത്ത് നൽകി, ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് യതീമിനെ നല്ല രൂപത്തിൽ സ്നേഹിച്ച് സംരക്ഷിച്ചാൽ അല്ല സ്വർഗം തരുമെന്ന് ഉറപ്പാണ്. അല്ല നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ സർവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.